ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 66-ാമത്തെ സെഷൻ, രണ്ടാം പ്രമാണത്തെക്കുറിച്ചുള്ള 30-ാമത്തെ സെഷൻ. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കാണുകയുണ്ടായി രണ്ടാം പ്രമാണത്തിൻ്റെ ആഴങ്ങൾ എന്ന് മാത്രം വേര് പടർന്നു നിൽക്കുന്നു. അതേപറ്റി വ്യക്തത നമ്മൾ കഴിഞ്ഞ സെഷൻ പരിശോധന നമുക്ക് തരികയായിരുന്നു. നമ്മൾ പറയുകയുണ്ടായി, ഹ്യൂമൻ ബീയിങ് ഫുള്ളി അലൈവ് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഒരു വ്യക്തി ദൈവികമായ ചൈതന്യവും ജീവനും നിറഞ്ഞായിരിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്. നമ്മൾ ജെറിക്കോ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിചിന്തനത്തിലേക്കാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. ജെറിക്കോ പ്രാർത്ഥന യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നതായ ആ ഒരു ജെറിക്കോയുടെ പതനം എന്ന സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രാർത്ഥന രീതിയാണ് നമ്മൾ കണ്ടു. പക്ഷെ ജെറിക്കോ പ്രാർത്ഥന എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് പ്രാർത്ഥന ചൊല്ലേണ്ടത് എന്നൊക്കെ പല ആൾക്കാർ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ എഴുതാറുണ്ട്. അപ്പോൾ ഉത്തരം കൊടുക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നാണ്. ഞാൻ പറയും, ധ്യാനങ്ങൾ കേട്ട് ധ്യാനം പങ്കുവച്ചിരിക്കുന്നതിനകത്ത് പറയുന്നുണ്ട്. ഇത് നമുക്ക് ഒരു പ്രത്യേക പ്രാർത്ഥന പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാവുന്നതല്ല. പക്ഷെ നമ്മൾ ജെറിക്കോ പ്രാർത്ഥന ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ജെറിക്കോ പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഈ ഒരു ധ്യാനത്തിൻ്റെ ഈ 55-ാമത്തെ സെഷൻ മുതൽ എങ്കിലും കണ്ടു വന്നെങ്കിലേ ഈ ജെറിക്കോ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് മരിച്ചുപോയ നമ്മുടെ പൂർവ്വികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു പ്രാർത്ഥന അല്ല പ്രഥമത. അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. മരിച്ചുപോയ വ്യക്തികൾ അവരുടെ തിന്മയുടെ ചെയ്തികൾ വഴി നമ്മുടെ കുടുംബത്തിനോ പറമ്പിലും ഒക്കെ പതിച്ചിട്ട് പോയ തിന്മകൾക്ക് നമ്മൾ പ്രായശ്ചിത്തം എടുക്കാനും പരിഹാരം ചെയ്യാനും അവയിലേക്ക് തമ്പുരാന്റെ രക്ഷാകര ശക്തിയെ ചാലിക്കറി കൊണ്ടുവരാൻ നമ്മൾ നോക്കുമ്പോൾ അതുവഴി അവരുടെ ജീവിതത്തിൽ വന്ന തിന്മയ്ക്കുള്ളൊരു പ്രായശ്ചിത്തവും പരിഹാരവും നമ്മളായിട്ടും കൂടെ നേടിയെടുക്കാൻ നോക്കുകയാണ്. അത് അവർക്കൊരു ആശ്വാസമാണ്. ആ രീതിയിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ടൊക്കെ നമുക്ക് വേണ്ടി ജെറിക്കോ പ്രാർത്ഥന കാണാൻ പറ്റും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം മാറാനുള്ള ഒരു പ്രാർത്ഥനയാണ് ജെറിക്കോ പ്രാർത്ഥന. ചിന്തിക്കുമ്പോൾ പ്രഥമത അല്ല. പ്രഥമത ഒരു സ്ഥലത്തിൻ്റെ മേലുള്ള തിന്മയുടെ കെട്ടഴിക്കാനുള്ള പ്രാർത്ഥനയാണ്. എങ്കിൽ പോലും രോഗം മാറാനായിട്ട് ജെറിക്കോ പ്രാർത്ഥന ഉപകരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവാസികൾ നിമിത്തം മണ്ണ് ശാപം വിഴുങ്ങിയ അവസ്ഥയിലേക്ക് വന്നു. അതിൻ്റെ ഫലമായി ആ ശാപനിമിത്തം നിവാസികൾ ദഹിച്ചു തീരുന്നു. ആ ദഹിച്ചു തീരുന്ന അനുഭവം യെശയ്യാ 24 നമ്മൾ കണ്ടതാണല്ലോ. ആ ദഹിച്ചു തീരുന്ന അനുഭവത്തിൻ്റെ ഒരു തലമായിരിക്കാം ഇപ്പം നീ അനുഭവിക്കുന്ന രോഗങ്ങൾ, ഈ തകർച്ചകൾ. അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയെക്കുറിച്ചും സാമ്പത്തിക തകർച്ച പരിഹരിക്കാനായിട്ട് ജെറിക്കോ പ്രാർത്ഥന പറ്റുമോ എന്ന് ചോദിച്ചാൽ ജെറിക്കോ പ്രാർത്ഥന പ്രഥമത അതിനു വേണ്ടിയുള്ളതല്ല, മറിച്ച് സ്ഥലത്തിൻ്റെ തിന്മയുടെ കെട്ടഴിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും പോലും ചിലപ്പോൾ സ്ഥലത്തിൻ്റെ തിന്മയുടെ കെട്ടുകൊണ്ടായിരിക്കാം നിന്റെ സാമ്പത്തിക സ്ഥിതി ഇതുപോലെ അടിതെറ്റി പോകുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ
ജെറിക്കോ പ്രാർത്ഥന വഴിയായിട്ട് സാമ്പത്തികമായി കരുത്തുണ്ടാകാനും ഉള്ള തടസ്സങ്ങൾ നീങ്ങാനായിട്ട് ഇടവരും. അപ്പം അങ്ങനെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ജെറിക്കോ പ്രാർത്ഥനയെ പറ്റി ചിന്തിക്കുമ്പോൾ, നമ്മളിപ്പോൾ 2 സെഷൻ മുമ്പാണ് ജെറിക്കോ പ്രാർത്ഥന എന്താണെന്നുള്ള ചോദ്യം വെച്ചുകൊണ്ട് നമ്മൾ ചിന്തയിലേക്ക് വന്നത്. എങ്കിൽ പോലും അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ആരംഭം മുതൽ കൂടി വരിക എന്നുള്ളതാണ് ഉചിതമായ കാര്യം. ഇത്രയും സെഷനുകളുണ്ടല്ലോ അച്ഛാ, ശരിയാണ്. പക്ഷെ അതൊന്ന് ക്രമമായിട്ട് കൂടി വന്ന് അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സമയം ഒരിക്കലും നഷ്ടമല്ല. നമ്മളൊരു 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിനോ ഒക്കെ പഠിക്കുന്ന കുട്ടി എത്ര മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടാണ് ആ ഒരു ഡിഗ്രി മാർക്ക് മേടിക്കാനായിട്ട് വരുന്നത്. എത്ര മണിക്കൂറുകൾ, എത്ര ദിവസങ്ങൾ, 1 വർഷം മുഴുവൻ, 2 വർഷം മുഴുവൻ അങ്ങനെ അധ്വാനിച്ചിട്ടാണ്. അത് തന്നെ പല വർഷങ്ങളുടെ അധ്വാനത്തിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് താനും. അപ്പോൾ അതുമായിട്ടൊരു പ്ലസ് ടുവിൽ നല്ല മാർക്ക് മേടിക്കുക, അല്ലെങ്കിൽ ഡിഗ്രി എടുക്കുക എന്ന് പറയുന്ന അത്ര അധ്വാനം ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമ്മുടെ കുടുംബത്തിലേക്ക്, ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ കരുത്ത് നമുക്ക് അനുഭവമാക്കി എടുക്കുക എന്ന് പറയുന്ന കാര്യം എത്രയോ വലിയൊരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള അധ്വാനം ഒരിക്കലും അസ്ഥാനത്തല്ല, അധികവും അല്ല. നമ്മൾ എളുപ്പത്തിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഇവിടെ ഞാൻ ചോദിച്ചു, ധ്യാനം കൂടുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്കുള്ള വ്യക്തിയാണ്. അപ്പോൾ അച്ഛാ കുറേ എണ്ണം കൂടി. പിന്നെ അച്ഛാ ഇത് 1 മണിക്കൂറല്ല ദിവസവും, എങ്ങനെ കൂടാനാ അച്ഛാ? ചിലപ്പോൾ ഇച്ചിരി കൂടും. കാരണം ഒത്തിരി തിരക്കുണ്ടെന്ന് അങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരു വികലമായ ധാരണയാണ്, വികലമായ ചിന്തയാണ്. നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു ഡിഗ്രി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ട്രോഫി മേടിക്കാൻ, ഒരു സമ്മാനം കിട്ടാനായിട്ട് എന്തുമാത്രം മണിക്കൂറുകളുടെ അധ്വാനമാണ്. തിമോത്തിക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ആത്മീയതയിൽ പരിശീലനം നേടുക, ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. അത് ഈ ജീവിതത്തെയും വരാനുള്ള ജീവിതം സംബന്ധിച്ച വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് പഠിപ്പിക്കുന്ന കാണാനായിട്ട് പറ്റും. 1 തിമോത്തി 4-ാമത്തെ അധ്യായത്തിൽ 7, 8, 9 വാക്യങ്ങൾ. ദൈവഭക്തിയുടെ പരിശീലനം നേടുക, ആത്മീയതയിൽ ആഴപ്പെടുക, ഇതാണ് ഏറ്റവും പ്രഥമമായ കാര്യം. അതിന് മെച്ചം പറയുന്നത് ലൗകികമായ പരിശീലനങ്ങൾ കുറച്ച് പ്രയോജനമുണ്ട്. കാരണം അത് ഈ ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് ആവശ്യമാണ്. പണമുണ്ടാക്കാനും വീടുണ്ടാക്കാനും അങ്ങനെ പല പല കാര്യത്തിൽ ലൗകികമായ, ഭൗതികമായ, ശാരീരികമായ പരിശീലനങ്ങൾ ആവശ്യമാണ്. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് ഈ ജീവിതത്തിനും വരാനുള്ള ജീവിതത്തിനും സംബന്ധിക്കുന്ന പറ്റിയ ഉതകുന്ന കാര്യങ്ങൾ നമുക്ക് തന്ന് നമ്മളെ കരുത്തുള്ളവരാക്കാൻ പര്യാപ്തമാണ് ദൈവഭക്തി, ആത്മീയത. അതവിടെ 1 തിമോത്തി 4 7, 8 വാക്യങ്ങൾ. ലൗകികവും അത്സൂര്യമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക, ദൈവഭക്തി പരിശീലനം നേടുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെ സംബന്ധിച്ച വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ വചനം വിശ്വാസയോഗ്യവും തികച്ച സ്വീകാര്യവുമാണ്. ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും. നമ്മൾ അധ്വാനിക്കേണ്ടതും പോരാടേണ്ടതും ഈ ലക്ഷ്യത്തെ മുൻനിർത്തി തന്നെയാണ്. അവിടെ നമ്മൾ ഈ ധ്യാനം ശരിയാണ്, ഇപ്പം ഇത്ര സെഷനുകളായി ഓരോ മണിക്കൂർ വെച്ചുകൊണ്ട് അതിനകത്ത് സമയം മാറ്റിവെക്കാനായിട്ട് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഓരോരുത്തർ ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഏലായിക്ക് ഒന്നുമില്ല മനസ്സുണ്ടെങ്കിൽ എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഈ ഒരു ചിന്ത പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് തരികയാണ്. നമ്മുടെ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഫൗസ്റ്റീന ഇടയ്ക്ക് പങ്കുവെക്കുന്നൊരു അനുഭവമുണ്ട്. മാതാവിൻ്റെ ഒരു അമലോത്ഭവ തിരുനാൾ വന്ന ഒരു അവസരത്തിൽ ഫൗസ്റ്റീന ആ തിരുനാളിൻ്റെ ഒരുക്ക ദിവസങ്ങളിൽ 1000 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിയതിനെ കുറിച്ച് എഴുതുന്നുണ്ട്. ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 1413 ഖണ്ഡികയിൽ ഫൗസ്റ്റീന പങ്കുവെക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് കരുത്ത് പകരുന്നതാണ്. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിൻ്റെ ഒരുക്കം സൂചിപ്പിച്ചല്ലോ. അങ്ങനെയുള്ള ദിവസത്തിൽ സമൂഹത്തിൽ പൊതുവായി നടത്തിയ നൊവേന കൂടാതെ ഞാൻ വ്യക്തിപരമായി പരിശുദ്ധ അമ്മയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാനായി ഒരു ദിവസം 1000 നന്മ നിറഞ്ഞ മറിയം വീതം 9 ദിവസം ചൊല്ലി പരിശുദ്ധ അമ്മയെ സ്തുതിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതിപ്പാണ്. അങ്ങനെ 1000 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി അത് 9 ദിവസത്തേക്ക് ഈ അമ്മയുടെ തിരുനാളിൻ്റെ ഒരുക്കമായിട്ട്. പിന്നെ ഭക്ഷണം എഴുതുകയാണ്, ഇങ്ങനെ ഇപ്പോൾ 3 പ്രാവശ്യം ഞാൻ ഈ നൊവേന നടത്തി. 9 ദിവസം വെച്ച് 3 പ്രാവശ്യം 27 ദിവസം അങ്ങനെ പലപ്പോഴായിട്ട് 3 അവസരങ്ങളിലായിട്ട് 1000 നന്മ നിറഞ്ഞ മറിയം വെച്ചു. എന്നിട്ട് വിശദീകരിക്കുകയാണ്, അതായത് ഓരോ ദിവസവും 1000 സ്തുതികളുള്ള നൊവേന. അങ്ങനെ 9000 അഭിവാദനങ്ങൾ നൊവേനയിലുണ്ട്.
എൻ്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം ഇപ്പോൾ ഈ നൊവേന നടത്തി. അത് 2 പ്രാവശ്യവും എൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലാണ് ഞാൻ നടത്തിയത്. വളരെ കൃത്യതയോടെ ജോലികൾ നിർവഹിക്കുന്നതിൽ ഇതുമൂലം ഒരിക്കൽ പോലും ഞാൻ വീഴ്ച വരുത്തിയില്ല. മറ്റു ഭക്താഭ്യാസങ്ങൾക്ക് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം തുടങ്ങിയവ അവയ്ക്ക് പുറമേയുള്ള സമയത്താണ് ഞാനിത് നടത്തിയത്. ഒരു പ്രാവശ്യം സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴായിരുന്നു. എന്നിട്ട് പറഞ്ഞിട്ട് ഓസ്ട്രേലിയ ഒരു ഉപദേശം നമുക്ക് തരികയാണ്, ആഗ്രഹമുണ്ടോ വഴിയുമുണ്ട്. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് നമ്മൾ പറയാറുണ്ടോ. ഉല്ലാസ സമയം നീക്കി ബാക്കി മുഴുവൻ സമയവും ഞാൻ പ്രാർത്ഥിക്കുകയോ ജോലി ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇതുപോലൊരു കാര്യത്തിന് വളരെയധികം ഈ ദിവസങ്ങളിൽ അനാവശ്യമായി ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഇതുപോലൊരു കാര്യത്തിന് വളരെയധികം ശ്രദ്ധയും പരിശ്രമവും ആവശ്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അമലോത്ഭവ കന്യകയെ ബഹുമാനിക്കാനുള്ള കാര്യമാകുമ്പോൾ ഒന്നും അധികമാവുകയില്ല. അപ്പോൾ രോഗാവസ്ഥയുണ്ട്, മഠത്തിലെ പതിവുള്ള പ്രാർത്ഥന ക്രമമനുസരിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് എല്ലാം എത്തണം, ജോലികൾ ചെയ്യാനായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഇടയിൽ ഉല്ലാസ സമയമുണ്ട്, ആ സമയത്ത് ഉല്ലസിക്കാൻ പോകണം. അതെല്ലാം നടത്തിയിട്ട് അതിന് പുറമേയുള്ള സമയത്തായിട്ട് ഒരു ദിവസം 1000 നന്മ നിറഞ്ഞ മറിയമേ വെച്ച് ചൊല്ലി 9 ദിവസം നൊവേന, അങ്ങനെ 3 അവസരങ്ങളിൽ അമ്മയുടെ ബഹുമാനാർത്ഥം ചെയ്തു എന്ന് പൗശേല പറഞ്ഞിട്ട് പറയുകയാണിത് മനസ്സുണ്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു പോരാട്ടം. അപ്പൊ നമ്മൾ ഈ ഒരു ധ്യാനത്തിൽ കൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, അതിനുവേണ്ടി നമ്മൾ 1 മണിക്കൂർ മാറ്റി വെക്കേണ്ടി വരുന്നു. വെറുതെ മാറ്റി വെച്ചാൽ മാത്രമല്ല, അത് വെച്ചുള്ള ആത്മീയ വെളിച്ചം വെച്ചുള്ള ജീവിതത്തിന്റെ നവീകരണപരമായ പ്രാർത്ഥനകൾ രീതികളിലേക്ക് നമ്മൾ വരേണ്ടതായിട്ട് വരുന്നു. ഇതൊന്നും ഒരു വേസ്റ്റ് അല്ല, അസ്ഥാനത്തല്ല, ഒരു പോരാട്ടം ആവശ്യമുണ്ട്. അതാണ് ദൈവഭക്തി പരിശീലനം നേടുക. ഇത് നമുക്ക് വലിയ കരുത്താണ്. ബാക്കി ലൗകിക പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, കുറെ കഴിയുമ്പോൾ അത് ഉപകാരമില്ലെന്നായി പോകും. എത്ര ഡിഗ്രി എടുത്ത ആളാണെങ്കിൽ പോലും റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അത് വലിയ ഉപകാരമില്ല. എത്ര ശാരീരിക കായികക്ഷമത, നല്ലപോലെ മണിക്കൂറുകൾ ഓരോ ദിവസം ബോഡി ബിൽഡേഴ്സൊക്കെ എന്തുമാത്രം സമയം മണിക്കൂറുകൾ ചെലവഴിക്കുന്നത്. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതുകൊണ്ട് ഉപകാരമില്ല. ഒരു കൊറോണ വന്ന് കയറി കഴിഞ്ഞാൽ എത്ര ഒന്നാന്തര ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ പോലും പിടിച്ചേക്കാൻ പറ്റുമായിരിക്കും, ഇരട്ടി പ്രതിശേഷി ഉണ്ടായിരിക്കും. പക്ഷെ ചില അവസരങ്ങൾ പെട്ടുപോയെന്ന് വരും. നമ്മൾ ഇന്നത്തെ സംഭവം കാണുന്നുണ്ട്. അപ്പം അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ രോഗമായിട്ട് കിടക്കേണ്ടി വന്നാലും, രോഗം മൂർച്ഛിച്ച് വന്നാലും, മരണത്തിലേക്ക് പോയാലും, ഇനി അതെല്ലാം വാർദ്ധക്യം വന്നു, ആരോഗ്യമെല്ലാം ക്ഷീണിച്ചു, കണ്ണിന് കാഴ്ച കുറയുന്നു, കേൾവി കുറയുന്നു, ചെവിക്ക് നടുവേദന, അങ്ങനെ വിശപ്പില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, രാത്രി ഉറക്കം വരുന്നില്ല, കിടന്നിട്ട് എണീക്കാനുള്ള ഊരില്ല, ഒന്നും പോകാനുള്ള കരുത്തില്ല, അങ്ങനെയെല്ലാം വായിക്ക് രുചിയില്ല, ഇങ്ങനെയെല്ലാം പല അവസ്ഥയിൽ നമ്മൾ ശരീരത്തിന്റെ ശക്തികളും ശേഷികളും എല്ലാം കുറഞ്ഞു പോകുമ്പോഴും നമുക്ക് ഈ ആത്മീയ ദൈവഭക്തി പരിശീലനമുള്ള വ്യക്തിയാണെങ്കിൽ രാത്രി ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ ഒരു ബോറടിയില്ല. തമ്പുരാൻ ഒന്ന് വിളിക്കുന്നില്ല, ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, ആർക്കും എന്നെ വേണ്ട, എന്തിനൊക്കെ ജീവിച്ചിരിക്കുന്നത്, ഭൂമിക്ക് ഭാരമായിട്ട്, ഒന്നും കാണാനുമില്ല, തിന്നാനും കൊള്ളിയല്ല, രുചിയില്ല, പോകാനും പറ്റിയില്ല, ആർക്കും എന്നെ വേണ്ടതാനും, ഇങ്ങനെയുള്ള ചിന്തയൊന്നും വരികയല്ല. അങ്ങനെ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചരിക്കാനായിട്ട് പറ്റും. അങ്ങനെ ജ്വലിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രോഗി അല്ലെ രോഗിണി അല്ലെങ്കിൽ പ്രായം ചെന്നൊരു വല്യപ്പച്ചൻ്റെ വല്യമ്മച്ചി ഒരിക്കലും ആ വ്യക്തി ആയിരിക്കുന്ന കുടുംബത്തിനോ സമൂഹത്തിനോ ഭാരമാവുകയില്ല. അവരൊരു അനുഗ്രഹവും ഐശ്വര്യമായിട്ട് മാറും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവിടെ നമുക്ക് ഈ ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ നമ്മളിങ്ങനെ നീണ്ടുപോകുന്നു, അതൊരു ചിന്ത നമ്മൾ കഴിഞ്ഞ പറയുകയുണ്ടായി. നമുക്കിത് ആഴപ്പെട്ട് പരിസരം നയിക്കുന്നതാണ്. ഇത് നമുക്കൊരു ആവേശമായിട്ട് മാറാനായിട്ട് സാധിക്കണം. ആവേശമായിട്ട് മാറാനായിട്ട് ഞാൻ ഒരിക്കലൊരു വല്യപ്പച്ചനെ കാണാനായിട്ട് പോയ ഒരു അനുഭവം ഞാനത് ഇവിടെ പറഞ്ഞോ ഇല്ലെന്ന് എനിക്കൊരു സംശയമുണ്ടെങ്കിലും മനസ്സിലാക്കായിട്ട് വരുന്നത് കൊണ്ട് ഞാനത് ഒന്ന് സൂചിപ്പിക്കുകയാണ്. പറഞ്ഞെങ്കിൽ തന്നെ കുറേ മുമ്പാണത്. നമ്മളിതൊന്ന് മനസ്സിൽ പുതുക്കിയെടുക്കേണ്ട കാര്യം കൂടിയാണ്. ഒരു വല്യപ്പച്ചന് ഞാൻ ഒന്ന് പറഞ്ഞതിൻ്റെ ഓർമ്മ, ആത്മീയ ശുശ്രൂഷകരൊക്കെ നന്നായിട്ട് ധ്യാനകേന്ദ്രങ്ങൾ ശുശ്രൂഷിച്ച് നിന്നു. പിന്നെ പ്രായം ചെന്നപ്പോൾ വീട്ടിലായി. അങ്ങനെ വീട്ടിലായിരിക്കുമ്പോൾ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം വരെ ആൾക്കാരെ കാണുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ പോയത് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് രോഗം മൂർച്ഛിച്ചു, വാർദ്ധക്യം വല്ലാണ്ടായി, തീരെ കിടപ്പായി. ആ അവസ്ഥയിൽ ഇത് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട് പോയി. കാരണം ഞെരുങ്ങുന്നുണ്ടാവും, പറ്റുകയെന്നായി, ആരും ചെല്ലുന്നില്ല, കാണാനൊന്നുമില്ല. അപ്പം ചെന്ന് അല്പസമയം 2-3 മണിക്കൂർ വേണ്ടി വന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചും കുമ്പസാരിപ്പിച്ചും വചനം കൊടുത്തും ഒക്കെ ശക്തിപ്പെടുത്താം. അത്ര ശുശ്രൂഷ വ്യാപരിച്ച വ്യക്തിയാണല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കാണാനായിട്ട് പോയത്. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ദയനീയമായ അവസ്ഥയിലാണ്. ഇങ്ങനെ ആ മുറിക്കകത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്നു, കട്ടിലേൽ അനങ്ങാൻ മേല, എണീക്കാൻ പോലും മേലെ, ശരീരം കുറേ സ്റ്റിഫായി ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊരു പ്രത്യേക അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ബോധമുണ്ട്, കണ്ണിങ്ങനെ തുറന്ന് നോക്കാൻ പറ്റും, തല പോലും വെക്കാൻ പറ്റുന്നില്ല, എണീക്കാൻ പറ്റുകയില്ല. അങ്ങനെ ശരീരം തന്നെ ഇങ്ങനെ സ്റ്റിഫായി അല്ലെങ്കിൽ വഴക്കമില്ലാത്ത അവസ്ഥയായി. ഞാൻ ചെന്ന് കയറി ഒരു സ്റ്റൂൾ എടുത്തിട്ട് അടുത്തിരുന്ന് കുനിഞ്ഞിരുന്ന് ഈശോയ്ക്ക് സ്തുതി പറഞ്ഞു.
പിന്നീട് സ്തുതി വാക്കി പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്നാണ്ട് വിശേഷം ചോദിച്ചു. ഒക്കെ പറഞ്ഞു, അച്ഛാ ഇതായിപ്പം വിശേഷം. ഞാനത് നോക്കി, ദയനീയമായ അവസ്ഥയാണ്. ഭക്ഷണം കഴിക്കുന്നത് നടക്കുന്നില്ല, പരസഹായമില്ല, ടോയ്ലറ്റ് പോകാനൊന്നും പറ്റുന്നില്ല. അത് ആൾക്കാരിങ്ങനെ ട്യൂബൊക്കെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കൈകാര്യം ചെയ്തത് പരസഹായത്തോടു കൂടെ. അപ്പം ദയനീയമായ അവസ്ഥയാണ്. ഞാൻ അവിടെ കുനിഞ്ഞിരുന്നുകൊണ്ട് കാത്തിരിക്കുകയാണ്. കാരണം ഒത്തിരി സങ്കടങ്ങൾ വരാനുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു കമൻ്റ് അല്ലാതെ, അച്ഛാ ഇപ്പം ഇങ്ങനെയാണ്, ഈ ഒരു കമൻ്റ് അല്ലാതെ ഒരു കാര്യവും തൻ്റെ ആരോഗ്യ ദയനീയ അവസ്ഥയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അവിടെ വേദനയാണ്, ഇവിടെ വേദനയാണ്, പറ്റുന്നില്ല, വിശപ്പില്ല, വയറ്റുന്ന പോകുന്നില്ല, ഉറക്കമില്ല, ആരും വരുന്നില്ല, ഒരു കാര്യം പറയാനില്ല. ഞാനങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതപ്പോൾ എന്നിട്ട് ചുമ്മാ ചെറുതായിട്ടൊക്കെ ഒന്നും വേണ്ടി അപ്പോൾ ഈ മനസ്സിലായി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈ വല്യപ്പച്ചൻ. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് അങ്ങനെ കിടക്കുന്നു. ഞാനപ്പോൾ സമയം നിശ്ചയമായിട്ട് എന്നിട്ട് അങ്ങനെ എന്നോട് പറയുകയാണ്, അച്ഛാ ഈശോ പറയുന്നു അച്ഛൻ ആളുകളെ ഒരുക്കണം. ഞാൻ ചോദിച്ചു, ഒരുക്കണമെന്നോ? എന്തിനു വേണ്ടിയിട്ട്? അച്ഛാ നമ്മൾ കല്യാണത്തിനൊക്കെ ചെറുക്കനെയും പെണ്ണിനെ ഒരുക്കുകയല്ലേ, കല്യാണത്തിന് പള്ളി പോകാറാകുമ്പോൾ. ഞാൻ പറഞ്ഞു പോവാ. അതുപോലെ സ്വർഗത്തിന് വേണ്ടി ദൈവജനത്തെ ആളുകളെ ഒരുക്കണമെന്ന് അച്ഛനോട് ഈശോ പറയുന്നു. ഇങ്ങനെ ആ മനുഷ്യൻ ഒരു പങ്കുവെക്കല്. പിന്നെ അല്പം കാര്യം അതിൻ്റെ ബാക്കിയായിട്ട് എന്നിട്ട് നല്ല സ്വസ്ഥമായിട്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഇങ്ങനെ യോഹന്നാൻ വെളിപാട് പുസ്തകത്തിൽ ആദ്യ അധ്യായത്തിൽ പറയുന്ന പോലെ, കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ ഒരു ദർശനമുണ്ടായി എന്ന് പറഞ്ഞ് വെളിപാട് വിവരണങ്ങൾ മുഴുവൻ അപ്പസ്തലൻ നൽകുന്നത് വെളിപാട് 1-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ. കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ ദർശനമുണ്ടായി എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ആത്മാവിൽ ലയിച്ച് ഇങ്ങനെ ഒരു പുഞ്ചിരിയുള്ള നേരിയ പുഞ്ചിരിയായിട്ട് നിസ്സഹായ നടുവിൽ വലിപ്പിച്ച് കിടക്കുക. അല്പസമയം അവിടെ സമയം ഞാൻ ചെലവഴിച്ചു. പിന്നെ 2-3 മണിക്കൂർ ഇരിക്കാൻ വേണ്ടിയാണ് പോയതെങ്കിലും ആ വ്യക്തിക്ക് ആശ്വാസം കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഒരു അരമണിക്കൂർ കഷ്ടിച്ച് ഞാൻ അവിടെ ചെലവഴിച്ചു. ഞാൻ ആശ്വാസം എടുത്തോട്ട് തിരിച്ചിറങ്ങിപ്പോന്നു. ഇതാണ് ദൈവഭക്തിയിൽ പരിശീലനം നേടുന്ന വ്യക്തികളുടെ അനുഭവം. അവര് ഈ ജീവിതത്തെ സംബന്ധിച്ച കാര്യങ്ങൾക്കും ഈ ജീവിതത്തിൻ്റെ കാര്യം തീർന്നു പോകുമ്പോഴും, ആരോഗ്യം ചോർന്നു പോകുമ്പോഴും, രോഗങ്ങൾ കയറി വരുമ്പോഴും, വാർദ്ധക്യമാകുമ്പോഴും, ഉറക്കവുമില്ല, ഭക്ഷണവുമില്ല, എണീറ്റും പോകത്തില്ല, ഒന്നും ചെയ്യത്തില്ല, അങ്ങനെ വരുമ്പോഴും അവർക്കൊരു വലിയ കരുത്തുണ്ട്. അവർ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ആയിരിക്കണമെന്ന്. അത് തമ്പുരാൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ആരംഭ അവസരത്തിൽ ഒരിക്കലും ഏലിയ പ്രവാചകന്റെ അവസാന നാളുകളെ കുറിച്ച് പറഞ്ഞ ഒരു വചനഭാഗവും ഇതുമായിട്ട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഏലിയ പ്രവാചകൻ ഹോറേബ് മലയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു രംഗം 1 രാജാക്കന്മാർ 19 നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും പറഞ്ഞു പോയതാണ്. ഓർമ്മയൊന്ന് പുതുക്കി എടുക്കുന്നത് നല്ലതാണ്. അവിടെ നമ്മൾ പറയുകയുണ്ടായി, ഏലിയ ശക്തിയോടെ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. നമുക്കറിയാം, ബാലിൻ്റെ പുരോഹിതന്മാരെയൊക്കെ വാളിൽ ഇരയാക്കുകയും അഗ്നി ഇറക്കി ബലിപീഠം ദഹിപ്പിക്കുകയും ബലിവസ്തു ദഹിപ്പിക്കുകയും മഴ പെയ്യാതിരിപ്പിക്കുകയും പിന്നെ മഴ പെയ്യിക്കുകയും ഒത്തിരി വലിയ അത്ഭുതങ്ങൾ ചെയ്ത് അങ്ങനെ ശുശ്രൂഷ ചെയ്ത വ്യക്തി. അദ്ദേഹത്തിന് ശിഷ്യനായിട്ട് പിന്നെ ഏലീഷ വന്നു. പക്ഷേ അദ്ദേഹം ശുശ്രൂഷയുടെ ഒരു സ്റ്റേജിൽ ഈ ബാലിൻ്റെ പ്രവാചകന്മാരൊക്കെ വാളിനിരയായി കഴിഞ്ഞപ്പം ഈ 1 രാജാക്കന്മാർ 19 വായിക്കുന്നുണ്ട്, ബാലിൻ്റെ വലിയ ആരാധികയായിരുന്നു അന്നത്തെ രാജ്ഞി ആഹാബ് രാജാവിൻ്റെ ഭാര്യ ജെസബെൽ. അവര് പ്രവാചകനെതിരെ വലിയ ഭീഷണി മുടക്കി, നിന്നെ നാളെ ഈ നേരമാകുന്നതിന് വാളിനിരയാക്കും. അത് കേട്ട് പേടിച്ച് ഏലിയ ഓടി 40 ദിനരാത്രങ്ങളോ മരുഭൂമിയിലൂടെ പലായനം ചെയ്തിട്ട് സീനാമലയിലെ ഹൊറേബ് മലയുടെ അവിടെ ഒരു ഗുഹയിൽ എത്തിച്ചേരുകയാണ്. ആ വരുന്ന വഴിക്കാണ് മാലാഖ ഭക്ഷണം കൊടുക്കുന്ന സംഭവമൊക്കെ. അവിടെ എത്തി ഗുഹയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഏലിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് 9 മുതൽ ഉള്ള വാക്യം നമ്മൾ വായിക്കുന്നത്. 2 പ്രാവശ്യം ദൈവം സംസാരിക്കുന്നത് കാണുകയാണ്. ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ ഈ കാര്യം നമ്മൾ പണ്ട് ധ്യാനിച്ചത് ധ്യാനത്തിൻ്റെ ആരംഭ അവസരത്തിൽ. അവിടെ ഏലിയ 3-4 കാര്യം പറയുന്നുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയെ ഞാൻ ജ്വലിക്കുകയാണ്. ഇതാണ് ആദ്യം പറയുന്നത്. 2 പ്രാവശ്യം ഉത്തരം കൊടുക്കും ആദ്യം ഇത് പറയുന്നത്. പിന്നെ കുറെ കാര്യം എണ്ണി പറയുന്നുണ്ട്. എന്താണത്? ഇസ്രായേൽ ഭവനം, ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു, ഒരു കാര്യം. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർത്തു, 2-ാമത്തെ കാര്യം. അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കി, 3-ാമത്തെ കാര്യം. ഞാൻ മാത്രമേ ശേഷിച്ചിട്ട് പക്ഷെ എൻ്റെ ജീവനെ വേട്ടയാടിയ 4-ാമത്തെ കാര്യം. ഇതേപോലെ നമ്മൾ ചിന്തിച്ച് ഓർമ്മിക്കുന്നുണ്ടോ, ധ്യാനിച്ച് ഓർമ്മിക്കുന്നുണ്ടോ? മറന്നു പോകരുത്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ജേലിയെ പറ്റി മാത്രമല്ല നമ്മളെപ്പറ്റി പ്രസക്തമാണ്. ഈ വാർദ്ധക്യം, രോഗാവസ്ഥ, നിസ്സഹായതയൊക്കെ വരുമ്പം ആത്മീയത എങ്ങനെ കരുത്തായിട്ട് ഭവിക്കാവുന്നത് എന്നൊരു മനോഹര രംഗമാണ് ഇവിടെ ഏലിയ നമുക്ക് തരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ വല്യപ്പച്ചൻ്റെ അനുഭവം തന്നെയാണ്. അപ്പോൾ ഇവിടെ 3 കാര്യം പറയുന്നത് നോക്കി. ജനങ്ങൾ ഇസ്രായേൽ ജനം അങ്ങയുടെ ഉടമ്പടി ലംഘിച്ചു. ജനങ്ങൾ ആരും ഇപ്പോൾ
പ്രാർത്ഥന തേടി വരുന്നില്ല. ഈ കൊറോണയുടെ നാളുകളിൽ പ്രാർത്ഥന തേടി ആരും വരുന്നില്ലാത്ത അനുഭവങ്ങൾ അച്ഛന്മാരും ശുശ്രൂഷകരും ധ്യാനകേന്ദ്രങ്ങളെല്ലാം അനുഭവിച്ചൊരു കാര്യമാണ്. ഒരു കാര്യം അങ്ങനത്തെ ഒരു കാലം നമുക്കുണ്ടാകാം. കൊറോണ മാറിയാൽ പോലും മറ്റു രീതിയിൽ നമുക്ക് വ്യക്തിപരമായിട്ട് വാർദ്ധക്യം രോഗം വരുമ്പോഴും ഒക്കെ നമുക്ക് വരാവുന്ന കാര്യമാണ് അങ്ങനത്തെ ഒരു നിസ്സഹായ അനുഭവം. മറ്റൊന്ന്, അവർ അങ്ങനെ ബലിപീഠങ്ങൾ തകർത്തു എന്ന് വെച്ചാൽ ഒരു പുരോഹിതന് ബലിയർപ്പിക്കാൻ ഉള്ള ശുശ്രൂഷ ചെയ്യാനുള്ള വേദിയാണ് ബലിപീഠം. അത് തകർത്ത് കളഞ്ഞു. ബലിയർപ്പിക്കാനുള്ള വേദിയില്ല. അച്ഛന്മാർ കുർബാന ചെല്ലാൻ അവസരമില്ലെന്നായി മാറിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ ഇരുന്ന് കുർബാന ചെല്ലണം, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി അങ്ങനെ അച്ഛന്മാർ ജനമില്ലാതെ കുർബാനയില്ല, ശുശ്രൂഷയില്ല, സഹായികളില്ല, അങ്ങനത്തെ ഒരു ബലി അർപ്പണം. അങ്ങനെ ജനമില്ല എന്നുള്ളത് ഒന്ന്. പിന്നെ ബലിപീഠമേ ഇല്ല. ഇപ്പൊ നമുക്ക് ബലി അർപ്പിക്കാൻ അച്ഛന്മാർക്ക് സാധിക്കുമ്പോൾ സ്വകാര്യമായിട്ടാണ്. ഇപ്പൊ സ്വകാര്യമായിട്ട് ചൊല്ലാൻ പാടില്ലാത്തൊരു അവസ്ഥ എങ്ങനെയും ഉണ്ടായാൽ അതൊരു അച്ഛൻ എന്തൊരു ഞെരുക്കമാണ്. ആ ഒരവസ്ഥ ഇവിടെ ഏലിയ അനുഭവിക്കുന്നു. മൂന്നാമത്തെ കാര്യം, പ്രവാചകന്മാരെ വാളിനിരയാക്കി. എന്ന് വെച്ചാൽ ഏലിയയുടെ സഹപ്രവർത്തകരാ മറ്റു പ്രവാചകന്മാര്, അവരെ മുഴുവൻ കൊന്നുകളഞ്ഞു. സഹപ്രവർത്തകർ ആരുമില്ല, ഒരു ടീമില്ല. അങ്ങോട്ടും ചോദിക്കാനും പറയാനും വരാനും കൂടാനും ഒപ്പം നിൽക്കാനും ആരുമില്ല. ധ്യാനകേന്ദ്രങ്ങൾ ശുശ്രൂഷ ആരും വരുന്നില്ല. ഒറ്റയ്ക്കായിപ്പോയി. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കൊറോണ നാളുകളിൽ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. അവരാരും വരുന്നില്ല. പ്രാർത്ഥനയിലൊക്കെ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ജീവിതം കൊണ്ടും ഉണ്ടാവാം, വാർദ്ധക്യം കൊണ്ടും രോഗം കൊണ്ടും ഒക്കെ. അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള നമുക്ക് പ്രായം ദൈവം വാർദ്ധക്യം ആയുസ് തന്നാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നൊരു കാര്യം, നമ്മുടെ സമപ്രായക്കാർ ഒരുപാട് പേര് മരിച്ചു പോയി കഴിഞ്ഞിരിക്കും. സമപ്രായക്കാർ ഒത്തിരി പേരെ മരണത്തിലേക്ക് കടത്തിവിട്ട് യാത്ര പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് വാർദ്ധക്യത്തിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. യാഥാർത്ഥ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. പ്രവാചകന്മാർ സഹപ്രവർത്തകരെല്ലാം ഇല്ലെന്നായി പോയി. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എന്നെ വേട്ടയാടുകയാണ്, എന്നെ കൊല്ലാൻ നോക്കുന്നതുകൊണ്ട് ഇവിടെ രാത്രി ഇവിടെ വന്ന് ഈ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്നെ വേട്ടയാടുക. ഇപ്പൊ കൊറോണ രോഗത്തിന്റെ അവസ്ഥ, അത് കൊറോണ വൈറസ് നമ്മളെ വേട്ടയാടുന്ന പോലെയാണ്. അല്ലെങ്കിൽ പ്രായമേറി വരുമ്പോൾ, വാർദ്ധക്യം കയറി വരുമ്പോൾ നമ്മുടെ ജീവൻ തീർന്നുകൊണ്ടിരിക്കുക, ആരോഗ്യം തീർന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ തീരുക. ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥ സ്വല്പം സ്വസ്ഥമാണ്, സുഖമാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ആയിരിക്കാൻ പറ്റുന്നില്ല. തീർന്നു കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം ആരോഗ്യം തീരുകയാണ്. അങ്ങനെയുള്ള ഈ 4 തരത്തിലുള്ള ദയനീയ അവസ്ഥ നമ്മളെല്ലാവരും ഒന്ന് മുന്നേ കാണേണ്ടതാണ്. നമ്മളെല്ലാ ജീവിതത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു അനുഭവമാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താ ഏലിയ ചെയ്യുന്നത്? നമ്മൾ കണ്ടു, കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയെ ജ്വലിക്കുകയാണ്. രണ്ടാമത് ഇതേ സംഭാഷണം തന്നെ ആവർത്തിക്കുന്ന ദൈവം ചോദിക്കുന്ന ഏലിയ ഉത്തരം കൊടുക്കുന്നതായിട്ട് 14-ാം വാക്യം. അവിടെ ഏലിയ പറയുമ്പോൾ ഒരു വാക്ക് കൂടിച്ചേർക്കുന്നുണ്ട്, ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. അപ്പൊ ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറഞ്ഞപ്പോഴത്തേക്കും തീഷ്ണത വീണ്ടും ഇരട്ടി ജ്വലിച്ചു. അതീവ തീഷ്ണത ജ്വലിക്കുകയാണ്. ഇതാണ് ദൈവഭക്തി പരിശീലനം നേടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം. നമുക്ക് ലഭിക്കുന്ന വലിയൊരു കൃപ അതാണ് ഞാൻ പറഞ്ഞ വല്യപ്പച്ചൻ്റെ അനുഭവത്തിലുള്ളത്, ദൈവഭക്തി പരിശീലനം നേടുന്ന അനുഭവം. അവിടെ നമ്മൾ ഈ ധ്യാനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈ 10 പ്രമാണങ്ങളൊന്ന് തീർത്തെടുത്തിട്ട് അവസാനിപ്പിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ധ്യാനം ഒന്ന് മുഴുവൻ കൂടി പൂർത്തിയാക്കിയിട്ട് അവസാനിപ്പിച്ച് പോകാനല്ല നോക്കേണ്ടത്. കഴിഞ്ഞ സൃഷ്ടി കണ്ടതുപോലെ നമ്മുടെ ജീവിതം മുഴുവനിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന കാര്യമായിട്ട് ഈ ആത്മീയ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റണം. അതിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കണം. അവിടെ നമ്മൾ ദിവസം 1 മണിക്കൂർ മാറ്റിവെച്ച് വചനം കേൾക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നു, അത് കഴിഞ്ഞത് വെച്ച് ധ്യാനിക്കുന്നു, ആ വചനം വിളിച്ച് മനസ്സിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഇതൊന്നും അസ്ഥാനത്തല്ല, നഷ്ടമല്ല. അങ്ങനെ നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കണം. ഇപ്പം നമ്മൾ ജെറിക്കോ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ, അതുകൊണ്ട് ജെറിക്കോ പ്രാർത്ഥന ഏതെങ്കിലും ഒരു വിഷയം തീർത്തെടുക്കാൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രക്രിയ ആയിട്ട് കണ്ടുകൊണ്ട് നീങ്ങരുത്. അത് വിട്ട് കളയണ്ട. പക്ഷെ അതിലുപരി ഇതൊരു അവസരമാക്കി തന്നുകൊണ്ട് ദൈവം എന്നെ അമ്രാന്റെ സാന്നിധ്യം നിറഞ്ഞ ഹ്യൂമൻ ബീങ് ഫുള്ളി അലൈവ്, ദൈവിക ജീവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹത്വമുള്ള അവസ്ഥയിലേക്ക് എന്നെ ദൈവം കൈ പിടിച്ച് നയിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രീതി സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ജെറിക്കോ പ്രാർത്ഥനയ്ക്ക് 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം കർത്താവിന് വാഗ്ദാന പേടകം എടുക്കുക എന്നുള്ളതാണ്. ഈ വാഗ്ദാന പേടകം എടുക്കുക എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ നമ്മൾ പറഞ്ഞു യോശുവ 6 വാഗ്ദാന പേടകം എടുക്കുക എന്ന് വെച്ചാൽ കർത്താവിൻ്റെ കൂട്ടത്തിൽ കൂട്ടുക എന്നാണ് അവർക്ക് അനുഭവത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിച്ചത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ വ്യക്തത തരുന്നൊരു വചനപരാമർശം നമ്മൾ കണ്ടു. 8-ാം വാക്യം യോശുവ 6 ജോഷുവ കൽപ്പിച്ചതുപോലെ 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പോടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നടന്നു. കർത്താവ് കൂടെയുള്ള ജനം, മോശ അത് എടുത്തു പറയുന്നത് നമ്മൾ നേരെ ശ്രദ്ധിച്ചതാണ്. ദൈവം കൂടെയുള്ള ഇതുപോലെ ജനത വേറെ ഏതാണ് ഈ ഭൂമുഖത്തുള്ളത് എന്ന് മോശ പറയുന്നത് നമ്മൾ കണ്ടതാണ്. തമ്പുരാനോട് തന്നെ മോശ പറയുന്നുണ്ട്, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങളെപ്പോലെ ഇങ്ങനെ ദൈവസാന്നിധ്യമുള്ള ഒരു ശ്രേഷ്ഠ ജനത വേറെ ഭൂമുഖത്തില്ല. അപ്പോൾ അതാണ് ആത്മീയതയുടെ ഒരു അടിസ്ഥാന അനുഭവം. യഥാർത്ഥത്തിൽ പൊതുവായിട്ട് പറയുമ്പോഴും ദൈവം കൂടെയുള്ള അവസ്ഥയാണ് പ്രദേശത്തിലെ പാവപ്പെട്ട് നഷ്ടപ്പെട്ടു പോയത്, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി.
പിന്നീട് ഈശോ വഴി നമ്മൾ കണ്ടതാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, ദൈവം കൂടെയുള്ള അവസ്ഥ. ഈശോയുടെ ജീവിതം അവസാനിക്കുമ്പോഴും ശുശ്രൂഷ അവസാനിക്കുമ്പോഴും അന്ത്യത്തലവടെ ഈശോ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ വീണ്ടും നിങ്ങളുടെ പക്കലേക്ക് വരും, പരിശുദ്ധാത്മാവ് സഹായകൻ, വേറെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇത് മാത്രമല്ല ഈശോ തന്നെ നമ്മുടെ അടുത്തേക്ക് വരും. ഇതുപോലെ എത്രമാത്രം വചനഭാഗങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈശോ മാത്രമല്ല പിതാവായ ദൈവവും നമ്മോടൊത്ത് വന്ന് നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു അവസ്ഥ ഈശോ അവിടെ ഉന്നം വെച്ച് കാണിച്ചു തരുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ എൻ്റെ വചനം പാലിക്കുന്നവൻ, എന്നെ സ്നേഹിക്കുന്നവൻ്റെ വചനം പാലിക്കും, അപ്പം ഞാനും അവനെ സ്നേഹിക്കും, പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവന് വാസം ഉറപ്പിക്കും. 23-ാം വാക്യം, അവൻ്റെ അടുത്ത് അവന് വാസം ഉറപ്പിക്കും, പിതാവും പുത്രനും. അതിനു മുമ്പ് തന്നെ ഈശോ പറയുന്നുണ്ട്, സഹായകൻ നിങ്ങളുടെ പക്കലേക്ക് വരും, അവൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും, നിങ്ങൾ തന്നെ ആയിരിക്കുകയും ചെയ്യും. 17-18 വാക്യങ്ങൾ യോഹന്നാൻ 14. അങ്ങനെ ദൈവത്തിൻ്റെ തൃത്വകതയും കൂടെ നമ്മൾ നിറഞ്ഞു വസിക്കുന്ന ദൈവം കൂടെയുള്ള ഒരു അനുഭവം. അതാണ് യഥാർത്ഥത്തിൽ ഇത് നമുക്ക് ഇന്ന് ഈശോയുടെ സാന്നിധ്യം വഴി, പരിശുദ്ധന്മാരുടെ പ്രവർത്തനം വഴി, ദിവ്യകാരുണ്യം വഴി നമുക്കിന്ന് നിരന്തര അനുഭവമായിട്ട് ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നിരന്തര അനുഭവം. പക്ഷെ പഴയ നിയമ കാലഘട്ടത്തിൽ അത് നിരന്തര അനുഭവമായിരുന്നില്ല. അവസാന നാളുകളെ കുറിച്ച് അപ്പസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ പത്രസഭത്തിന്റെ പ്രസംഗത്തിൽ ജോയൽ പ്രവാചനെ ഉദ്ധരിച്ചുകൊണ്ട് അപ്പസ്തല പ്രവർത്തനം 2-16-17 വാക്യങ്ങൾ പത്രസഭസ്ഥലം പ്രസംഗിച്ചല്ലോ. ജോയൽ പ്രവാചകൻ പറഞ്ഞതാണിത്, ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എല്ലാ മനുഷ്യരുടെ മേൽ ആത്മാവിനെ വർഷിക്കും. ആ അവസാന ദിവസങ്ങൾ, അവസാന നാളുകൾ അതെന്നാണ്? ലോകാവസാനത്തിൻ്റെ നാളുകളാണ്? അല്ല. അതേപറ്റിയുള്ള വിശുദ്ധ പിതാക്കന്മാരുടെ വ്യാഖ്യാനം, ആ അവസാന നാളുകളാണ് പന്തക്കോസ്ത് മുതൽ ആരംഭിച്ചത്. അതാ പത്രോസ് പറയുന്നത്, ആ അവസാന നാളുകൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ വചനം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അവിടെ എല്ലാവരുടെയും പരിശുദ്ധാത്മാവിനെ അവിടെ നൽകിയിരിക്കുകയാണ്. യഹൂദര് പത്രസഭസ്ഥന്റെ പക്കൽ വന്ന സഹോദരങ്ങളെ ഞങ്ങൾക്ക് തെറ്റിപ്പോയി, പത്രസഭസ്ഥങ്ങളുടെ ബോധ്യമുണ്ടായി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ 37 വാക്യങ്ങളിൽ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം ഞുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് മറുപടി പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കാതിരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അതാണ് ഈ അവസാന നാളുകളിൽ എല്ലാവരുടെയും ദൈവത്തിൻ്റെ ആത്മാവിനെ വർഷിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന അവസ്ഥയിലേക്ക് ഈ മനുഷ്യവർഗമാകെ ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ഈശോയുടെ രക്ഷാകര സംഭവത്തിന്റെ പൂർത്തീകരണം വഴിയായിട്ട്. അതാണ് ഈ അവസാന നാളുകൾ, ദൈവം നിരന്തരം കൂടെയുള്ള അനുഭവം. ഈ ഒരു അവസ്ഥ പക്ഷേ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ പാപം കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആദ്യ മനുഷ്യരെ വിട്ടുപോകുന്നതായിട്ട് തമ്പുരാൻ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് വസിക്കാനായിട്ട് സാധിക്കുന്നില്ലാത്തൊരവസ്ഥ അവിടെ ഉണ്ടായി. ദൈവത്തിൻ്റെ ചൈതന്യം അവർ വസിക്കുകയില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ 3-ാം തിരുവചനം, ദൈവമായ കർത്താവ് പറഞ്ഞു, എൻ്റെ ചൈതന്യം മനുഷ്യൻ്റെ എന്നേക്കും നിലനിൽക്കുകയില്ല, ജഡമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ വസിക്കാനായിട്ട് പറ്റുന്നില്ല. പാവം വഴിയായിട്ട് ആ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയി. അത് വീണ്ടും തന്നെ ഈശോ വന്നു. നമ്മളിതെല്ലാം വേദപാഠത്തിൽ പഠിക്കുന്ന കാര്യമാണ്. ആത്മീയ വെളിപ്പെടുത്തലിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളാണ് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ നിരന്തരം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാന അനുഭവമാണ്. ഒരു ഒഴിവാക്കാൻ പറ്റാത്ത അവിഭാജ്യ വ്യവസ്ഥയാണ് ഈ ജെറുക്കോ പ്രാർത്ഥനയ്ക്ക് എന്നാണ് നമ്മൾ കാണുന്നത്. ജെറുക്കോ പ്രാർത്ഥനയ്ക്ക് ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ഈ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ 16-ാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോസ്തലൻ 2-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ ദാവീദ് അവനെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, മിശിഹായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു, ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്തോത്രം ആലപിച്ചു, എൻ്റെ ശരീരം പ്രത്യാശയെ നിവസിക്കും എന്ന് പറയുകയാണ്. അപ്പം ദാവീദ് ഒരു അനുഭവം പറയുകയാണ്. എന്താണ് അനുഭവം? കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു. ആ ഒരു അനുഭവം ഈശോ സ്വന്തമാക്കിയിരുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുകയാണ്. അങ്ങനെയാണ് ഈശോയ്ക്ക് വളരെ കരുത്തോടുകൂടെ ഈ ഭൂമിയിലെ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് സാധിച്ചത്.
അന്ത്യത്താഴ വേളയിൽ ഈശോ സംസാരിക്കുമ്പോൾ പറയുന്നൊരു വാക്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ലോകത്തിന്റെ പ്രമാണി വരുന്നു എങ്കിലും അവന് എൻ്റെ മേൽ അധികാരം ഇല്ല. നമുക്ക് ഇവിടുന്ന് പോകാം. പിതാവ് നമ്മളെ സ്നേഹിക്കുന്നുവെന്ന്, പിതാവിനെ സ്നേഹിക്കുന്ന നമുക്ക് വ്യക്തമാക്കണം. അവിടെ നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞ് യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലെ 30-31 വാക്യങ്ങൾ. ലോകത്തിന്റെ അധികാരി വരുന്നു എങ്കിലും അവൻ എൻ്റെ മേൽ അധികാരമില്ല. ഇപ്പൊ ലോകത്തിന്റെ അധികാരി സാത്താന് തൻ്റെ മേൽ അധികാരം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഈശോ ജീവിച്ചത്. എന്തുകൊണ്ടാണ്? ഈശോ പാവമില്ല. അതിനുപരി പരിശുദ്ധാത്മാവ് ഈശോ നിറഞ്ഞു വസിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പൊ ദാവീദ് രാജാവ് തന്റെ ആത്മജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യമാണ്, കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ദർശിച്ചിരുന്നു. മൈ ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ ബിഫോർ മൈ ഐസ്. എൻ്റെ കൺമുൻപിൽ ഞാൻ ദൈവത്തെ ദർശിച്ചിരുന്നു. ആ ഒരു കരുത്ത് ദാവീദിനുണ്ടായിരുന്നു. അതിന്റെ അനുഭവം എന്തായിരുന്നു? ഫലം എന്തായിരുന്നു? അതുകൊണ്ട് അവിടെ തന്നെ വലതുവശത്തുണ്ട്, എൻ്റെ ഹൃദയം സന്തോഷിച്ചു, നാവ് സ്തോത്രഗീതം ആലപിച്ചു, ശരീര പ്രത്യാശ നിവദിക്കും, ഞാൻ പാതറുകയല്ല. ഇത് ദാവീദിന്റെ അനുഭവം. പക്ഷെ ഈശോയ്ക്ക് വന്നപ്പോഴോ കൺമുമ്പിലല്ല, ഉള്ളിലാണ്. ദൈവത്തിന്റെ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നിൽ വസിക്കുന്നുണ്ട്. കർത്താവിന്റെ അറിവ് മാത്രമല്ല, പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം തൻ്റെ കൂടെ നിരന്തരമുണ്ട്. ഈശോയുടെ നിരവധിയായ വചസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. യോഹന്നാൻ 8:28, 29 തിരുവചനങ്ങളിൽ എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല. കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ള പ്രവർത്തിക്കുന്നു. അപ്പം അവിടുത്തെ ഹിതത്തിന് വിരക്കാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് അവിടത്തേക്ക് എന്നെ സംപ്രീതനാണ് അവിടുന്ന്. ഞാൻ അവിടുത്തെ പ്രിയ പുത്രനാണ്. 2 രംഗങ്ങളിൽ പിതാവ് അത് പ്രഖ്യാപിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഈശോയെക്കുറിച്ച് പിതാവിന് സംപ്രീതി ആയതുകൊണ്ട് എന്താണ്? പിതാവ് നിരന്തരം ഈശോയുടെ കൂടെയുണ്ട്, അവിടെ തന്നെ ഒരിക്കലും തനിയെ വിട്ടിരിക്കുകയല്ല. ഈശോ അങ്ങനെ പറയുകയാണ് പിതാവ് തന്നെ ബന്ധത്തെക്കുറിച്ച്. വീണ്ടും ശബ്ദം നമുക്കറിയാം, പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എല്ലാവരെക്കാളും വലിയവനാണ്, ഞാനും പിതാവ് ഒന്നാണ്. പിതാവ് എന്നിൽ വസിച്ചിരുന്ന പ്രവർത്തിക്ക് ചെയ്യുകയാണ്. നമ്മൾ യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 10-11 വാക്യങ്ങൾ. എന്നെ വസിക്കുന്ന പിതാവ് തന്നെ പ്രവർത്തികൾ ചെയ്യുകയാണ്, ഞാൻ പിതാവിനും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെ പ്രവർത്തികൾ പോലെ അങ്ങനെ വിശ്വസിക്കുവിൻ. ഞാൻ പിതാവിനും പിതാവ് എന്നിലുമാണ്. വീണ്ടും 20-ാം വാക്യം 21-ാം വാക്യം, എന്നെ സ്നേഹിക്കുന്നവരെ ഞാനെ സ്നേഹിക്കും, പിതാവ് സ്നേഹിക്കും, ഞാൻ എൻ്റെ പിതാവിനും പിതാവ് എന്നിലുമാണ്. അങ്ങനെ ഇൻഡ്വെല്ലിംഗ് പ്രസൻസ്. ദാവീദ് പറഞ്ഞു, my God is with me, I am beholding him, my Lord always before me at my right side. ഈശോ പറയുകയാണ്, he is always with me, not with me, within me. with me അല്ല, with me ആണ്. എങ്ങനെ? within me, എന്നിലാണ്. ഇൻഡ്വെല്ലിംഗ് പ്രസൻസ്. യോഹന്നാൻ മനോഹരമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇൻഡ്വെല്ലിംഗ്, അകത്ത് നമ്മൾ ഉള്ളിൽ വസിക്കുകയാണ്, ഈശോ ഉള്ളിൽ വസിക്കുകയാണ്. പിതാവ്, അപ്പൊ പിതാവ് വസിക്കുന്നു, പരിശുദ്ധാത്മാവ് ഈശോയുടെ ഉള്ളിൽ വസിക്കുന്നു. അതാണ് ഈശോയുടെ കരുത്ത് എന്ന് പറയുന്നത്. ഈശോ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ഈശോ പറയുകയാണ്, പിതാവും പരിശുദ്ധാത്മാവും മാത്രമല്ല ഞാനും നിങ്ങൾ വസിക്കും. വിശ്രമം സ്വീകരിക്കുന്നവർ പറയുമ്പം ഈ അന്വേഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇതൊരു ആത്മീയ അനുഭവമായിട്ട് നമ്മൾ മാറ്റിയെടുക്കാന്നുള്ളത് ഈ ജെറിക്കോ പ്രാർത്ഥനയ്ക്ക് ഉള്ളൊരു അവിഭാജ്യ ഘടകമാണ്. യഥാർത്ഥത്തിൽ ഈ അനുഭവം എന്ന് പറയുന്നത് ജെറിക്കോ പ്രാർത്ഥനയ്ക്ക് മാത്രമുള്ളൊരു കാര്യമല്ല, നമ്മുടെ ജീവിതം മുഴുവനും ഒരു ജെറിക്കോ പ്രാർത്ഥനയാകേണ്ടതാണ്. നമ്മുടെ ജീവിതം മുഴുവനും ഒരു ജെറിക്കോ പ്രാർത്ഥനയാകേണ്ടതാണ്. ജെറിക്കോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? കർത്താവിന്റെ വാഗ്ദാന പേടകം എടുക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കർത്താവിനെ കൂടുതൽ കൂട്ടുക. അത് ഇസ്രായേൽക്കാർക്ക് അത് സാധ്യമായിരുന്നത് ഈ ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരും ഒന്നും വസിക്കുന്നില്ല. പ്രത്യേക പ്രവാചകന്മാരിൽ പ്രത്യേക അഭിഷേകം വരുമ്പോൾ ദാവീദിനെ സാമുവേല് അഭിഷേകം ചെയ്തു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ദാവീദിന് വന്ന് വസിച്ചു. അതിനു മുമ്പ് സാവൂളിനെ അഭിഷേകം ചെയ്തപ്പോൾ കർത്താവിന്റെ ആത്മാവ് സാവൂളിൽ ശക്തമായിട്ട് ആവസിച്ചു. 1 സാമുവേൽ 9-10 വാക്യങ്ങൾ കാണാം. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് വന്ന് വസിക്കുന്നു. പിന്നെ സാവൂൾ പാപം ചെയ്ത് ദൈവത്തെ വിട്ടുപോയി. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ദൈവത്തിന്റെ ആത്മാവ് വസിച്ചുകൊണ്ട് ദൈവം കൂടുതൽ അനുഭവം കിട്ടുമായിരുന്നു. ഇസ്രായേലിന് പൊതുവായിട്ടുണ്ടായിരുന്നു. എങ്ങനെ? ഈ വാഗ്ദാന ഘടകം വഴിയായിട്ട്. പക്ഷെ ആ ഒരു അവസ്ഥ മാറി ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരുടെ മേലും ഭക്ഷിക്കപ്പെടുന്ന അവസാന നാളുകളില്ല. ചെറിയവരും വലിയവരും വൃദ്ധന്മാരും ചെറുപ്പക്കാരും എല്ലാ ആത്മാവിനെ കൊണ്ട് നിറയും. അപ്പോൾ അന്ന് അവര് ജെറിക്കോപ്രാർത്ഥന നടത്താനായിട്ട് കർത്താവിന്റെ വാഗ്ദാന പേടകം എടുത്തുകൊണ്ട് പോയി കർത്താവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഈ ജെറിക്കോയ്ക്ക് ചുറ്റും നടക്കണം.
അപ്പം ചുറ്റും നടക്കാനായിട്ട് പോകുമ്പോൾ ഇവർ തന്നെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. പണ്ട് കാരണവന്മാർ പറയില്ല, നായക്കൊട്ടിരിക്കാൻ നേരവും ഇല്ല, നായ നടന്നിട്ടൊരു കാര്യവും ഇല്ല. നായ പോകുന്നവരെയുള്ള പോക്ക് പലപ്പോഴും നമ്മൾ പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അധ്വാന അലച്ചിലുകൾ തമ്പുരാനെ കൂടാതെയാണ്. യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ മുന്തിരിച്ചെടിയും ശാഖകളും അതേപ്പറ്റി പറയുമ്പോൾ 5-ാമത്തെ ഭാഗത്തിൽ ഈശോ പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇതൊരു അടിസ്ഥാന ആത്മീയ യാഥാർത്ഥ്യമാണ്. വീണ്ടും ഒരു കുഞ്ഞു കൊച്ചിന് 1 വയസ്സ് 2 വയസ്സൊരു കുഞ്ഞു കൊച്ചിന് അതിൻ്റെ അമ്മയെ കൂടാതെ അപ്പനെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അത് യാഥാർത്ഥ്യമാണ്. 1 വയസ്സുള്ള കൊച്ചിനെ ഓർക്കുമ്പോൾ അറിയാം, അതിൻ്റെ അമ്മയെ കൂടാതെ ജീവിക്കാനേ പറ്റത്തില്ല. ജീവൻ നിലനിൽക്കുകയില്ല. ഒറ്റയ്ക്കായി ഉപേക്ഷിക്കപ്പെടുന്നൊരു 1 വയസ്സുള്ള കുഞ്ഞ് അല്ലെ 6 മാസമുള്ള കുഞ്ഞ് എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ ദൈവത്തെ കൂടാതെ നമ്മൾ ആകുമ്പോൾ നമുക്ക് നിലനിൽക്കാനേ പറ്റും, ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. അങ്ങനത്തെ ഒരു അനുഭവം ഈശോ പങ്കുവെക്കുന്നുണ്ട്. അപ്പം ദൈവം കൂടെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് കരുത്ത് വരുന്നത്. ദൈവത്തെ കൂട്ടിക്കൊണ്ട് ജെറിക്കോക്ക് ചുറ്റും അവർ പോകാനായിട്ടാണ് ജെറിക്കോ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന്റെ 1-ാമത്തെ ഘട്ടത്തിൽ ദൈവം ആവശ്യപ്പെടുന്നത്. വാഗ്ദാന പേടകം എടുക്കുക, ആ വാഗ്ദാന പേടകമായിട്ട് പോകണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം എടുത്തുകൊണ്ട് ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരു നിയോഗമുണ്ടെങ്കിൽ ഒരു വീട്, ഒരു പറമ്പ്, ഞങ്ങൾ ദിവസം പറഞ്ഞ ഒരു കള്ള് ഷാപ്പ് പൊട്ടിക്കണം, അല്ലെ ഒരു വീട്ടിന്റെ വളർത്തുമകൾ വാഴുന്നില്ല, അപ്പൊ മുറ്റത്തും കൂടെ നമ്മൾ നടക്കാൻ പോകണം. എങ്ങനെ നടക്കണം? കർത്താവിനെ കൂട്ടിക്കൊണ്ട് പോകണം. ഇതെങ്ങനെ സാധിക്കും? ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇപ്പൊ ബസ്തരം ആദ്യം ഉറപ്പിച്ചു തന്നെ, യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രത്യേക വിഷയത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ കർത്താവിനെ കൂട്ടേണ്ടത്, നമ്മുടെ ജീവിതം മുഴുവനും കർത്താവിനെ കൂട്ടിക്കൊണ്ട് നമ്മളായിരിക്കേണ്ടതാണ് എവിടെ പോയാലും. അങ്ങനെ വരുമ്പോൾ എന്താ അനുഭവം? നമ്മൾ ജോസഫിന്റെ കാര്യങ്ങൾ പഴയ ജോസഫിനെ കണ്ട പോലെയാണ്. ഉൽപ്പത്തി 39 പൊത്തിപ്പന്റെ വീഴ്ച കയറി ജോസഫിന്റെ ഒരു ജനകപ്രാർത്ഥന അനുഭവമുണ്ട്. എന്താണത്? നമ്മുടെ A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ് ശേഷപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ജോസഫിനെ പറ്റി ഒന്ന് വിശദീകരിച്ച് ഓർമ്മിക്കുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ പറഞ്ഞ കാര്യം ഈ ഒരു കാഴ്ചപ്പാട് നോക്കിക്കേ. ജോസഫിന്റെ കൂടെ കർത്താവിന്റെ ആത്മാവുണ്ട്. ആ കർത്താവിന്റെ ആത്മാവുള്ള ജോസഫ് ആ വീട്ടിലൂടെ കയറി നടക്കുന്നു, ആ പറമ്പിൽ കൂടെ പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവിടെ തിന്മയെല്ലാം വിട്ടുമാറി പോവുകയാണ്. അപ്പൊ ജോസഫ് എവിടെ ചെന്നാലും അവിടെയുള്ള അനുഗ്രഹം ഉണ്ടാകും. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ സാന്നിധ്യം, പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും നിറഞ്ഞു വസിക്കുന്ന വ്യക്തികളായിട്ട് മാറിയാൽ നമ്മൾ എവിടെ ചെന്നാലും എതിരെല്ലാം പോയാൽ അതെല്ലാം ജെറിക്കോ പ്രാർത്ഥന അനുഭവമാകും. എന്താണ് അനുഭവം? തിന്മയെല്ലാം വിട്ടുപോകും. തമ്പുരാന്റെ സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ നടക്കാൻ പോയാൽ, പെരുമാറാൻ പോയാൽ, നായക്കൊട്ടിരിക്കാൻ നേരവുമില്ല, നായ നടന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും അങ്ങനെ ഒത്തിരി ജീവിതത്തിന്റെ അവസരങ്ങൾ നഷ്ടമാക്കി കഴിഞ്ഞിട്ടില്ലേ? അലച്ചിലോട് അലച്ചില്, അധ്വാനം എന്തോ അധ്വാനം, പക്ഷെ ഒരു കാര്യം നടക്കുന്നുമില്ല. അലഞ്ഞറിഞ്ഞ് ജീവിതം തീരുകയാണ്. നായയുടെ നടപ്പ് പോലെ ആയി പോകുന്നു. കർത്താവന്മാർ പറയുന്ന ആ ഒരു കുഴച്ചിട്ട് എത്ര കറക്റ്റാണ്. അത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് വേണ്ടത് കർത്താവിന്റെ സാന്നിധ്യം. നമ്മുടെ നിയമാവർത്തന പുസ്തകത്തില് 28-ാമത്തെ അധ്യായത്തിൽ നിന്നും ഒരു വചനം നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചതാണ്. കർത്താവിന്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് അവിടുത്തെ നാമം വഹിക്കുന്ന വ്യക്തിയായിട്ട് നീ മാറുന്നതിനെ കുറിച്ച്. നിയമാവർത്തന 28 10-ാം വാക്യം, കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യൻ നിന്നെ ഭയപ്പെടും. കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പം, അതുകൊണ്ട് 2-ാം പ്രമാണത്തിന്റെ തലമാന്ന് വീണ്ടും അതിനെ ഓർമ്മിച്ച് തരികയാണ്. കർത്താവിന്റെ നാമം നമ്മുടെ ജീവിതത്തിൽ ബഹുമാന്യമായി പൂജിതമായി ആദരവോടെ നിറഞ്ഞു നിൽക്കുമ്പോൾ, അങ്ങനെ നിൽക്കുമ്പോൾ സകല ജനതകൾ നിന്നെ ഭയപ്പെടും എന്ന് അവിടെ പറഞ്ഞു. ജനതകൾ ഭയപ്പെടുന്നതിന് മുൻപ് പൈശാചിക അരുവികൾ സാന്നിധ്യങ്ങൾ ഭയപ്പെടും. ഈശോ കടന്നു വരുമ്പം പിശാചുക്കളാണ് ആദ്യം വിളിച്ചു വരുന്നത്. യഹൂദ ജനത അറിയുന്നതിന് മുമ്പ്, നീ ആരാണെന്ന് എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധൻ, മഹോന്നത ദൈവത്തിന്റെ പുത്രനായ യേശുവേ, നീ എന്തിനാണ് ഇടപെടുന്നു? അങ്ങനെ ഈശോ ആരാണെന്നുള്ളത്, ഈശോയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക നാമത്തിന്റെ കരുത്ത്, കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഈശോയിൽ, അത് ആദ്യമേ തിരിച്ചറിയുന്ന പൈശാചിക അരുവികളാണ്. അവരാണ് ഭയന്ന് അവർ വെച്ച് ഇറങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ നാമം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വസിക്കുമ്പോൾ ഇവിടെ വചനം പറയുകയാണ്, കർത്താവിന്റെ നാമം നീ വഹിക്കുന്ന കാണുമ്പോൾ ലോകത്തിലെ സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. അവർ ഭയപ്പെട്ടാലും ഇല്ലെങ്കിൽ ഭയപ്പെടും വചനം പറയും. അതിനു മുമ്പ് നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ കയറിക്കിടക്കുന്ന പൈശാചിക അരൂപികള് അവിടെ അവകാശമായിട്ട് കയറി കിടന്നിട്ട് നമുക്കെതിരെ പണിതുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിലെ മനുഷ്യ നന്മയ്ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ സാന്നിധ്യ സ്വാധീനങ്ങളെല്ലാം ഭയപ്പെട്ട് വിട്ടുമാറിപ്പോകും. കർത്താവിന് നാമം വഹിച്ചുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രത്യേക ദൈവം നിന്നെ വസിക്കുന്ന അവസ്ഥയിൽ നീ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ, നമ്മളെനിക്ക് പറഞ്ഞില്ലേ, പിശാചിന് അവകാശം കിട്ടിയ വീട്, പറമ്പ്, അല്ലെ കെൻറ്റുക്കി സ്ഥലത്തുള്ള ഹോണ്ടഡ് ഹൗസ്, അങ്ങനെയുള്ളൊരു വീട്ടില് കർത്താവിന് നാമം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ഇത് കയറിയാൽ
അവിടെയുള്ള ഈ പതിഞ്ഞു കിടക്കുന്ന തിന്മയ്ക്ക് എന്ത് സംഭവിക്കും? ആ തിന്മ കെട്ടുപോകും. ആ തിന്മയുടെ അരുവിയിൽ അവിടെ കുടികെട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കും സംഭവിക്കും, അവരവിടെ നിശബ്ദരാകും, നിർവേര്യരാകും, ഒന്നുകിലും വിട്ട് പലായനം ചെയ്യും, അല്ലെ അവിടെ പമ്പി കിടക്കും, അനങ്ങത്തില്ല. അത് ലൂക്കാ 10:19 ഈശോ പറയുന്നത്, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കറണ്ടുള്ള കമ്പി നിലത്ത് പൊട്ടിക്കിടന്നാലും ഒറ്റ വ്യക്തി അടുത്തോട് വരില്ല, തൊട്ട് കളിക്കില്ല. അതേസമയം കറണ്ട് ഇല്ലാത്ത കമ്പി വൈദ്യുതി പോസ്റ്റിന്റെ മുകളിൽ നിൽക്കുന്നു, പോസ്റ്റിന്റെ മുകളിൽ ആകാശത്ത് കെട്ടിവരച്ച് കെട്ടിയിരിക്കുക, പക്ഷെ അതിനകത്ത് കറണ്ട് ഇല്ല, കാരണം അത് ഉപയോഗിക്കുന്നതല്ല, KSB ബോർഡ് ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന എന്നറിയാമെങ്കിലും ആൾക്കാർ ഞാൻ പറഞ്ഞ ത്രായിപ്പിട്ട് പോസ്റ്റേ കയറി വലിച്ചു പറിച്ച് എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി അയ കെട്ടാനോ വല്ല വലിച്ചു കെട്ടാനോ അല്ല തൂക്കി വെക്കാൻ മോഷ്ടാക്കളൊക്കെ പറിച്ചു പോയെന്ന് വരും. ഇപ്പൊ കറണ്ട് ഇല്ലാത്ത കമ്പിക്ക് പോസ്റ്റിന്റെ മുകളിൽ പോലും സുരക്ഷിതമില്ല. കറണ്ട് ഉള്ള കമ്പിക്ക് പറമ്പിൽ പൊട്ടിക്കിടന്നാൽ പോലും ആരും തൊടാൻ വരികയാണ്, കളിക്കാൻ വരികയാണ്. എൻ്റെ കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്ന കാണുമ്പോൾ സകല ജനതകളും അതിനപ്പുറം സകല തിന്മയുടെ സാന്നിധ്യങ്ങളും നിന്നെ ഭയപ്പെടും. നീ കയറി ചെല്ലുമ്പോൾ നീ ചവിട്ടുന്നിടത്ത് അവയൊന്നും അനങ്ങത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് വരാൻ മാത്രം നമ്മുടെ ഉള്ളില് തമ്പുരാന്റെ സാന്നിധ്യം നിറയണം. ഇതാണ് ജെറുസലേം ഒന്നാമത്തെ വ്യവസ്ഥ. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കേട്ടിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഓർക്കും, എന്നെ വെച്ചാൽ ഇതിപ്പോ എന്നാ ചെയ്യാൻ, അത് ആഗ്രഹമുണ്ട് പക്ഷെ എളുപ്പത്തിൽ നടക്കുന്നില്ലല്ലോ എന്ന് ചിന്ത വരാം. അതൊരു പൊതുവായ തത്വം ഈശോ പറഞ്ഞിട്ട് നമുക്കുള്ള മാനദണ്ഡമാണ്, നമുക്കുള്ള ലക്ഷ്യസ്ഥാനം അതാണ്, മാതൃക അതാണ് ഈശോയിലൂടെ ഉള്ളത്. യോസഫും വിശുദ്ധരെ കാണിച്ചിരുന്ന അതാണ്. അതിലേക്ക് ഇപ്പം നമുക്ക് പക്ഷേ പടിപടിയായിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ, പറമ്പിൽ ചില പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് എങ്ങനെയാണ് ഈ ജെറുസലേം ഒന്നാമത്തെ ഘട്ടം ചെയ്യാനായിട്ട് പറ്റുക എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെ അതിനുള്ള ഒന്നാമത്തെ മാർഗം ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ളതാണ് എന്നെനിക്ക് പ്രായോഗികമായിട്ട് പറയാനായിട്ടുള്ളത്. ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന വ്യക്തി ഈശോ അങ്ങനെയായിരുന്നു, പൂർവ്വപിതാവ് ജോസഫ് അങ്ങനെയായിരുന്നു, അതിലാണ് നമ്മൾ കരുത്തുണ്ടായത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുന്നത് തീർച്ചയായിട്ടും ഒന്നാന്തരം, മനോഹരം, പൂർണ്ണം അങ്ങനെ തന്നെയാണ്. നമുക്ക് സാധിക്കും. അപ്പൊ കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞ വ്യക്തിയായിട്ട് നമ്മൾ പോകുമ്പോൾ അത് കരുത്താണ്, ഒരു കുറവ് അവിടെ ഇല്ല. എങ്കിൽ പോലും ഈ കർത്താവിന്റെ ആത്മാവ് ഇത് സഭയിലൂടെ നമുക്ക് ഒരുക്കി തരുന്ന ആത്മീയമായ സ്വർഗീയമായ സഹായങ്ങൾ നമ്മൾ അവഗണിക്കാൻ പാടില്ല. ഈശോ നമുക്ക് വേണ്ടി ക്രമീകരിച്ച ഏറ്റവും കരുത്തുള്ള ഒരു സഹായമാണ് വിശുദ്ധ കുർബാന. നമ്മളതേപ്പറ്റി അല്പം നേരത്തെ ചിന്തിച്ചതാണ്. മറ്റു ചില തരങ്ങൾ ചിന്തിച്ചു വന്നപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഇപ്രകാരം ചെയ്യണം. എപ്രകാരം? അതാണ് അന്നാ പെസഹ തിരുനാളിൽ കർത്താവല്ലേ കൽപ്പന പോൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുർബാന ആരംഭിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ കർത്താവ് ഒരു കൽപ്പന നൽകി, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇപ്രകാരം ചെയ്യണം. എന്താണ്? അപ്പവും വീഞ്ഞും എടുത്ത് വെച്ച് വാഴ്ത്തണം. അടിസ്ഥാനപരമായ കാര്യം. അത് നമ്മൾ അന്ന് മുതലേ അപ്പസ്തലന്മാർ ആരംഭിച്ചു. പിന്നീട് അപ്പസ്തലന്മാർ പല സ്ഥലങ്ങളിൽ പോയി അത് പഠിപ്പിച്ചു, അങ്ങനെ കാണിച്ചു കൊടുത്തു. കുറെ കൂടെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അപ്പസ്തലന്മാരും അവരുടെ അനുയായികളും വന്ന ശിഷ്യന്മാരും ഒക്കെ അതിനെ കുറെ കൂടെ മനോഹരമാക്കി പ്രാർത്ഥനകളും സംഘത്തിനെ കൂട്ടിച്ചേർത്ത് കർമ്മങ്ങളൊക്കെ ഉണ്ടാക്കി അത് അനുഷ്ഠിക്കാനുള്ള വേദി ഉണ്ടാക്കി, ബലിപീഠം ഉണ്ടാക്കി, ദേവാലയം ഉണ്ടാക്കി, അത് അനുഷ്ഠിക്കുമ്പോൾ തിരുവസ്ത്രങ്ങൾ ഉണ്ടാക്കി, ഉപയോഗിക്കാനുള്ള ഹാസ്യം അങ്ങനെ പാത്രങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ എല്ലാം വന്ന് വളരെ സമ്പന്നമായ കുർബാന ക്രമങ്ങൾ ലോകത്തിലേക്ക് ഉണ്ടായി. അതാണ് കുർബാന ക്രമം. അപ്പൊ അത് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇപ്രകാരം ചെയ്യണം. ഇനി അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ചെയ്യാനായിട്ട് ഈശോ പറഞ്ഞപ്പോൾ ഈശോ വായിക്കുന്ന വാക്കുകൾ നമുക്കറിയാം. അപ്പവും വീഞ്ഞുമെടുത്ത് വാഴ്ത്തി അത് എൻ്റെ ശരീരമാണ്, രക്തമാണെന്ന് പറഞ്ഞ് അതിൻ്റെ അവസാനം ഈശോ പറഞ്ഞു, എല്ലാവരും വാങ്ങി ഭക്ഷിക്കുവിൻ. അങ്ങനെ ഈ നമ്മൾ സമർപ്പിക്കുന്ന അപ്പം, നമ്മൾ സമർപ്പിച്ച വീഞ്ഞിനെ ഈശോ തൻ്റെ തിരുശരീരവും തിരുരക്തവും ആക്കി മാറ്റുകയാണ്. ഓരോ ദിവസവും അന്നു വേണ്ടി ആഹാരം ഇന്ന് തരണേ, നമുക്ക് ഓരോ ദിവസവും നമുക്ക് തരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പ്രസക്തി നമ്മൾ കുർബാനയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ പല വശത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞതായി തിരുശേഷിപ്പ്, ദുർശേഷിപ്പ്, ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വാഴ്ത്തിയ തിരുവോസ്തിയെപ്പറ്റി ചിന്തിച്ച് നോക്കിക്കുക. ഞാൻ പറയുകയുണ്ടായി എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് തിരുശേഷിപ്പുകളെ കുറിച്ച്. എ ഗ്രേഡ് തിരുശേഷിപ്പ് എന്തോ ഒരു പവർഫുള്ളാണ്, ബി ഗ്രേഡ് പോലും പവർഫുള്ളാണ്, സി ഗ്രേഡ് അത് തൊടുവിച്ചതേ ഉള്ളെങ്കിൽ പോലും അതിന് പവറുണ്ട്. ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പോളണ്ടിൽ പോകാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനയുടെ തീർത്ഥാടന സ്ഥലം സന്ദർശിക്കാനായിട്ട് ആണ് പോളണ്ടിൽ പോയത്, യൂറോപ്പിൽ പോയ അവസരത്തിൽ. അപ്പോൾ അവിടെ പോകാൻ അത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതല്ല. യൂറോപ്യൻ വിസ എടുത്ത് ജർമ്മനിയിൽ പോയി അങ്ങനെ
അപ്പോൾ അവിടെ കുറച്ച് സമയമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് അച്ഛൻ അവിടെയുണ്ട്. അച്ഛൻ പറഞ്ഞു പോളണ്ടിലേക്ക് പോകാൻ ഇവിടുന്ന് ഒരു ദൂരമില്ല, താല്പര്യമാണെങ്കിൽ നമുക്ക് ഫൗസ്റ്റീന സ്ഥലത്ത് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഫൗസ്റ്റീന അടുത്ത് പോകണം, നമുക്ക് അംഗീകരിക്കാം. അപ്പോൾ ഞാൻ ഓർത്തു ഈ തിരുശേഷിപ്പ് ഫൗസ്റ്റീനയുടെ അവിടെ നിന്ന് ലഭിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ഞാൻ ആ ഇടയ്ക്കൊക്കെ തൊടുപുഴയുള്ള മാതാവിൻ്റെ കരുണയുടെ മാതാവിൻ്റെ കപ്പേളയിൽ പ്രാർത്ഥിക്കാനൊക്കെ പോയിരുന്നു. അവിടെയുള്ള അതിൻ്റെ വ്യക്താക്കളുമൊക്കെ ആയിട്ട് ഇടപെട്ടിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, കരുണയുടെ മാതാവിൻ്റെ കപ്പേളയാണല്ലോ, കരുണയുടെ അപ്പസ്തോലയാണല്ലോ ഫൗസ്റ്റീന, ആ കപ്പേളയിലേക്ക് മാതാവിൻ്റെ ഫൗസ്റ്റീന തിരുശേഷിപ്പ് കിട്ടുന്നത് നല്ലതാണല്ലോ. ഞാൻ അവിടെ നിന്ന് ഞാൻ ഈ തൊടുപുഴ ഈ കപ്പേളയുടെ ആ ദർശനങ്ങളൊക്കെ ലഭിച്ച ആ കുടുംബം, അതിൻ്റെ എനിക്കടുത്ത് അറിയാവുന്ന ഡോക്ടർ ജോഷിയായിട്ട് ഫോണിൽ സംസാരിച്ചു. അപ്പം ജോഷി പറഞ്ഞു, നല്ല കാര്യം വെച്ചാൽ അങ്ങനെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ വലിയ കരുത്താണല്ലോ. ജോഷി അത് എൻ്റെ ചേർപ്പളനച്ഛനുമായിട്ട് വികാരച്ചനുമായിട്ട് പിന്നെ പിതാവുമായിട്ട് സംസാരിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ അഭിനന്ദ പിതാവിൻ്റെ ഒരു കത്ത്, ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്തൊരു കത്ത് തയ്യാറാക്കി എനിക്കത് അയച്ചു തന്നു. അത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതുമായിട്ട് പോളണ്ടിൽ ചെന്നപ്പോൾ അവർക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ അപേക്ഷ വെച്ചിങ്ങനെ. അപ്പോഴത് അവർ പരിഗണിച്ചിട്ട് ഫൗസ്റ്റീനയുടെ ഒരു എ ഗ്രേഡ് തിരുശേഷിപ്പ് തരാനായിട്ട് അവർ തയ്യാറായി. അപ്പം അവിടുന്ന് ഞാൻ വരുമ്പോൾ കുറച്ച് താമസം വന്ന് തിരുശേഷിപ്പ് കിട്ടാനായിട്ട് തിരുശേഷിപ്പ് അഭിനന്ദ സ്ഥലത്തെ ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് സഹിതം തിരുശേഷിപ്പ് അങ്ങനെ തന്നു. ആ തിരുശേഷിപ്പ് എൻ്റെ കയ്യിൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ചയും കൂടെ എനിക്ക് താമസമുണ്ട്, ചില സന്ദർശനങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരാൻ. അപ്പോൾ ഈ കാര്യം ഞാൻ ഇവിടെ അറിയിച്ചു. അപ്പോൾ തിരുശേഷിപ്പ് വരുമ്പോൾ പള്ളിയിലോ ചാപ്പലിലോ മാതാവിൻ്റെ കപ്പേളയിൽ ആഘോഷമായിട്ട് സ്ഥാപിക്കാനായിട്ടെല്ലാം ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ആ തിരുശേഷിപ്പ് എൻ്റെ കിട്ടിയപ്പോൾ മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എ ഗ്രേഡ് തിരുശേഷിപ്പാണ്. അത് എത്രയോ ഒരു ഭാഗ്യമാണ്. 2 ആഴ്ച എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുക ഫൗസ്റ്റീനയുടെ അസ്ഥിയുടെ ചെറിയ കഷണം. അത് എ ഗ്രേഡ് തിരുശേഷിപ്പ് എന്തൊരു അനുഗ്രഹമാണ്. അത് ഞാൻ ഇപ്പോഴത്തെ പെട്ടിക്കകത്ത് വെച്ചിട്ട് നടക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ അത് എൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു നെക്ലേസ് പോലെ ഒരു ചരട് സംഘടിപ്പിച്ചെടുത്ത് ഈ ഒരു ചെപ്പിനകത്താണത്. അത് ഞാൻ എൻ്റെ മാറത്ത് ഇങ്ങനെ അത് കെട്ടിത്തൂക്കിയിട്ട് എൻ്റെ ഉടുപ്പിനകത്ത് ഈ ഫൗസ്റ്റീന ചേച്ചിയുടെ ഈ തിരുശേഷിപ്പ് സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് 2 ആഴ്ച നടന്നത് മനോഹരമായ അനുഭവമായിരുന്നു. അങ്ങനെ നടന്നു തിരിച്ചു വരുന്ന വഴിക്ക് ദുബായിലോ മറ്റോ ഇറങ്ങിയപ്പോൾ ഇവർ സെക്യൂരിറ്റിക്കാർ ചെക്ക് ചെയ്തപ്പോൾ ഈ ചെപ്പ് കണ്ടിട്ട് കാണിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ കാണിച്ചു. ഞാൻ ഓർത്തത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞാൽ എന്നാ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ റെലിക്കാണെന്ന് പറഞ്ഞു. അത് പരിശോധിച്ച ഉദ്യോഗസ്ഥന് എൻ്റെ മുഖത്ത് ഒരു ഭയത്തിൻ്റെ ആദരവിൻ്റെ എന്തൊരു ഭാവം പെട്ടെന്ന് മിന്നുന്ന ഞാൻ കണ്ടു. ഏതായാലും അങ്ങനെ അത് അടച്ചു വെച്ചോളാൻ പറഞ്ഞു. എടുപ്പിച്ചില്ല. അങ്ങനെ ഫൗസ്റ്റീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് ഞാൻ നാട്ടിലെത്തി നെടുമ്പാശ്ശേരി വന്നപ്പോഴേ തൊഴിൽ കപ്പേളയിലെ അച്ഛനൊക്കെ കൂടെ വന്ന് അതിന് ശേഷം ഏറ്റുവാങ്ങി. അന്ന് ഉച്ച കഴിഞ്ഞ് അത് ആ കപ്പേളയിൽ ആഘോഷമായിട്ട് സ്ഥാപിക്കുമ്പോൾ അവരോട് ചോദിച്ചൊരു കുർബാന ചൊല്ലി സന്ദേശം കൊടുക്കാമോ. അപ്പോൾ ഞാനത് തൊടുപുഴ വന്ന് വിശ്രമിച്ചിട്ട് വൈകുന്നേരം കുർബാന അർപ്പിച്ചു, സന്ദേശം കൊടുത്തുകൊണ്ട് അന്ന് അവിടെ മറ്റച്ഛന്മാർ കന്യകർ ആൾക്കാർ വന്നിരുന്നു. അതവിടെ ആഘോഷമായിട്ട് സ്ഥാപിച്ചു. ആ തിരുക്കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതിനുശേഷം തുടങ്ങാനായിട്ട് ആൾക്കാർ അങ്ങോട്ട് ലൈനായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തെ വസ്ത്രങ്ങൾ കഴിച്ച് മാറ്റി വെച്ചിട്ട് ഇപ്പുറത്തേക്ക് ഇറങ്ങി. അപ്പം അച്ഛന്മാർ കുറച്ച് പേര് വന്നിരിക്കുന്നു. അവരപ്പുറത്ത് കാപ്പ് കുടിക്കാനൊക്കെ വേണ്ടി ഞാൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കും ഒരു അനുഭവം ഉണ്ടായി. ഈ പ്രാർത്ഥിക്കാനായിട്ട് ഇതിൻ്റെ ഈ കർമ്മത്തിന് വേണ്ടി വന്നിരുന്ന ആൾക്കാർ കുറച്ച് പേര് അറിയാവുന്ന ഒരാളെടുത്ത് പത്താൻ പറയാനൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഞാനങ്ങ് നീങ്ങാൻ തുടങ്ങുമ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എൻ്റെ ദേഹത്ത് ഇങ്ങനെ തൊട്ട് അവർ ചങ്കത്ത് വെക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കത് വല്ലാതെ തോന്നി. എന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്താ? അപ്പുറത്തെ അച്ഛന്മാരിങ്ങനെ ഞാൻ വരാൻ വേണ്ടി കാത്തുനിന്ന് വരാതെ നിൽക്കുന്ന അച്ഛന്മാർ ഇത് കണ്ടിട്ട് അവർ കമൻറ്റ് പറയുകയും ചിരിക്കുകയും ചെയ്ത് ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല, ആൾക്കൂട്ടം ഇങ്ങനെ ചുറ്റും വന്ന് തിങ്ങിക്കൂടിയിട്ട് എന്നെ തൊട്ട് ഇങ്ങനെ അവർ വന്നിക്കുന്നു വണങ്ങുന്നു ഇങ്ങനെ ചെയ്യുകയാണ്. പിന്നീട് എനിക്ക് മനസ്സിലായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ തിരുശേഷിപ്പിനെ കുറിച്ച് ഞാൻ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. അതിനകത്ത് എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് തിരിച്ചു പറഞ്ഞ് ഓർമ്മിക്കുന്നത്. പക്ഷേ തിരുശേഷിപ്പിൻ്റെ പവർ, അതുവഴി പകർന്ന് കിട്ടുന്ന കരുത്ത് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഈ ആൾക്കാർ കുറച്ച് പേര് ചിന്തിച്ചു ഈ 2 ആഴ്ചക്കാലം മുഴുവനും ഈ എ ഗ്രേഡ് തിരുശേഷിപ്പും ചങ്കത്ത് വെച്ചുകൊണ്ട് ഞാൻ നടന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു അവരോട്. അത് കേട്ടപ്പോൾ അവർ വിചാരിച്ചു ഈ സി ഗ്രേഡ് തിരുശേഷിപ്പ് എന്ന് പറയുന്നത് എ ഗ്രേഡിലെ ബി ഗ്രേഡുമായിട്ട് സമ്പർക്കം വഴി തൊടുവിക്കുന്ന എന്തും സി ഗ്രേഡ് തിരുശേഷിപ്പാണ്. അപ്പോൾ ഈ 2 ആഴ്ചക്കാലം ഈ എ ഗ്രേഡ് തിരുശേഷിപ്പുമായിട്ട് ചങ്കത്ത് വെച്ച് ഞാൻ നടന്നു കഴിഞ്ഞപ്പം അവർ മനസ്സിലാക്കുകയാണിത് ഈ അച്ഛൻ മുഴുവൻ ഇപ്പോൾ സി ഗ്രേഡ് തിരുശേഷിപ്പല്ലേക്ക് പോലും. അതുകൊണ്ട് എ ഗ്രേഡ് അവിടെ ഉണ്ട്, അത് വന്നിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ സി ഗ്രേഡ് തൊട്ടിട്ട് പോയേക്കാമെന്ന് അവരൊക്കെ വിചാരിച്ചു. ഇതൊരു തമാശ കയറുന്ന അനുഭവമായിരുന്നു.
പക്ഷെ ഇതിങ്ങനെ സമയത്ത് എടുത്തു പറയാൻ കാരണം അറിയാമോ? നമ്മൾ തിരുശേഷിപ്പ് എന്ന് പറയുന്നത് ജീവിച്ച് മരിച്ച് കടന്നുപോയ ഒരു വ്യക്തി ശേഷിപ്പിച്ചിരിക്കുന്ന ഒരു അസ്ഥികഷ്ണ പദാർത്ഥം എന്തെങ്കിലുമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അത് നമുക്ക് എ ഗ്രേഡ് നമുക്ക് കിട്ടിയല്ല. എനിക്കിങ്ങനെ ഒരു ഭാഗ്യ അനുഭവത്തിൽ 2 ആഴ്ച എൻ്റെ ചങ്കത്ത് വെച്ച് നടക്കാൻ പറ്റി. പിന്നെ നമുക്കിങ്ങനെ കപ്പയടകളൊക്കെ ഉള്ളത് പെരുന്നാളിൽ ഇങ്ങനെ ലതി നടത്തുമ്പോൾ വാഴു നടത്തുന്നതും ചുംബിക്കാൻ അവസരം കിട്ടിയെങ്കിലായി, അത്രയേ ഉള്ളൂ. പക്ഷേ അതൊരു വലിയ നഷ്ടമാണ്. നമുക്ക് തിരുശേഷിപ്പ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ സി ഗ്രേഡ് എങ്കിലും, അല്ലെങ്കിൽ ബി ഗ്രേഡ് കിട്ടുമോ? എ ഗ്രേഡ് കിട്ടാൻ സാധ്യതയില്ലല്ലോ എന്ന് നമ്മൾ സങ്കടപ്പെടുമ്പോൾ, സ്നേഹമുള്ള സഹോദരങ്ങളെ, മറുവശത്ത് നല്ല ദൈവം നമ്മൾ ഇതേപ്പറ്റിയൊക്കെ ചിന്തിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയോ അറിയുകയോ ഓർക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ആദ്യത്തെ തിരുശേഷിപ്പ് രക്തസാക്ഷികളുടെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈശോ ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഈ സകല തിരുശേഷിപ്പുകളെയും വെല്ലുന്ന ഒരു ശേഷിപ്പ്, ഒരു സാന്നിധ്യം നമുക്ക് വേണ്ടി കരുതി വെച്ചു. അതാണ് തിരുവോസ്തി, തിരുരക്തം. അത് തിരുശേഷിപ്പല്ല, അതൊരു എത്രയോ അധികമായിട്ട് തിരു സാന്നിധ്യം. ജീവനുള്ള ദൈവത്തിൻ്റെ സജീവമായ തിരുശരീരവും തിരുരക്തവും ഓരോ ദിവസവും നമുക്ക് സൗജന്യമായിട്ട് നമ്മുടെ നാട് മുഴുവനും സൂചിപ്പിച്ച പോലെ അൾത്താരയും പള്ളിയും അച്ഛന്മാരെ ക്രമീകരിച്ചുകൊണ്ട് നല്ല ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. ആ ഒരു തിരുവോസ്തി നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ തിരുവോസ്തിയുടെ കരുത്തും ഈ ഒരു തിരുശേഷിപ്പ് ഏകരുടെ തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ കരുത്ത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ, താരതമ്യപ്പെടുത്താൻ പറ്റുമോ? ഒന്ന് തിരിച്ചറിഞ്ഞേ. എത്രയോ വലിയ അനുഗ്രഹമാണ് നമ്മൾ നമുക്ക് വെച്ചിരിക്കുന്നത്. ഒരു തിരുശേഷിപ്പ്, സെബസ്ത്യാനോസിന്റെ തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ട് നമ്മുടെ പറമ്പുകളിലേക്ക്, വീടുകളിലേക്ക്, താമസസ്ഥലങ്ങളിലേക്ക് പ്രദക്ഷിണമായിട്ട് പോകും. പിളയും കീടബാധയും എല്ലാം മാറി അവിടെയെല്ലാം ഐശ്വര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ തിരുശേഷി പ്രദർശനങ്ങളും പെരുന്നാൾ പ്രദർശനം എല്ലാം ഉണ്ടാകുന്നത് കണ്ടു കഴിഞ്ഞു. അവിടെ കരുത്തുണ്ട്, സംശയമൊന്നുമില്ല. കല്ലറയൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചിനെ കിടത്തി കാല് വളഞ്ഞ കാലം നിവർന്നു, അല്ലെങ്കിൽ രോഗശാന്തി ഉണ്ടായി, ശക്തിയുണ്ട് അവിടെ. ആ തിരുശേഷിപ്പിൽ അത്രയും ശക്തി ഉണ്ടെങ്കിൽ ഒരു തിരുവോസ്തിയിലുള്ള ശക്തി എന്താ? സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മൾ എത്ര മഠയരാണ്, എത്ര ബോധമില്ലാത്തവരാ, ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ലല്ലോ. കുർബാന സ്വീകരിക്കാൻ എന്തോ ഒരു വൈമുഖ്യമാണ് നമുക്ക് പലപ്പോഴും. സ്വീകരിക്കാൻ വരുന്നവർ തന്നെ എന്തൊരു യാന്ത്രികമായിട്ടാണ് സ്വീകരിക്കുന്നത്. ഇനി ഒരുങ്ങി സ്വീകരിക്കുന്നവർ പോലെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എത്ര എളുപ്പത്തിലാണ് കർത്താവിക്ക് എന്താ സംഭവിച്ചെന്ന് മറന്നു പോകുന്നത്. ഇത് ഓരോ ദിവസവും സൗജന്യമായി ജീവനുള്ള ഈശോയുടെ തിരുശരീരം, തിരുരക്തം നമ്മുടെ ശരീരത്തിലേക്ക് പുതുക്കി പുതുക്കി തരുന്നു. എന്തോ ഒരു കരുത്താണ്. അപ്പോൾ ഇസ്രായേൽക്കാർക്ക് അന്ന് യെരിക്കോ കീഴ്പ്പെടുത്താനായിട്ട് പോകുമ്പോൾ ആകപ്പാടെ ഉണ്ടായിരുന്നത് ഈ 2 കൽപ്പലകകളാണ്. അതിൻ്റെ കരുത്തെന്താണ്? ദൈവം തന്റെ വിരലാൽ അതിൽ എഴുതി 10 കൽപ്പനകൾ. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-4 വാക്യങ്ങളിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവമായിരുന്നു വചനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആ വചനം ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ഒരു മൂർത്ത രൂപത്തിൽ ലിഖിതമായിട്ട് കിട്ടിയത് ഒരു പക്ഷേ ഈ 10 കൽപ്പന 2 പലകൾ എഴുതി കിട്ടിയപ്പോഴായിരിക്കും. അപ്പോൾ ദൈവത്തെ സാന്നിധ്യം തന്നെയാണ്. അതാണ് ഇസ്രായേൽക്കാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദൈവ സാന്നിധ്യം. അതുമായിട്ട് അവർ നടക്കുന്നത്. പിന്നീട് ദൈവത്തിൻ്റെ വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം 14 വാക്യം, വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു. ഈശോ പറഞ്ഞു, എൻ്റെ മേൽ പിശാചിന് അവകാശമില്ല. ഈശോ എവിടെയെല്ലാം ചെന്നോ അവിടെയെല്ലാം ദൈവ സാന്നിധ്യമാണ്. പിശാചുക്കൾ ഇറങ്ങി ഓടുകയാണ്. ഇറങ്ങിപ്പോ, ശബ്ദിക്കരുത്, ഇട്ട് പുറത്തു പോകും. ഈശോ ആജ്ഞാപിച്ചു. ഈശോ ആ വാക്കിന് മുമ്പിൽ അശുദ്ധാത്മാക്കള് ഭയന്ന് പുറത്തുപോയി. ആൾക്കാർ അത്ഭുതപ്പെട്ട് പറയുന്നുണ്ട്, ഇതെന്ത് അധികാരത്തിലെ പുതിയ വചനമോ? അവർ അശുദ്ധാത്മാക്കൾ ആജ്ഞാപിക്കുന്നു, അവർ ഇറങ്ങിപ്പോകുന്നല്ലോ. ആ ഈശോ ഭൂതല ജീവിതം പൂർത്തിയാക്കിയപ്പോൾ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. തൻ്റെ ശരീരം, തൻ്റെ രക്തം, ദൈവം ഭൂമിയിൽ, വചനം ഭൂമിയിൽ മാംസമായിട്ട് വസിച്ചുവെങ്കിൽ ആ മാംസം, ആ രക്തം ദൈവത്തിൻ്റെ കാലത്തിൻ്റെ അവസാനം വരെ നാം ഓരോരുത്തർക്കും സ്വന്തമായി തരാൻ വേണ്ടിയിട്ട് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമുക്കെല്ലാം അറിയാം. യോഹന്നാൻ 6 ഈശോ പറയുന്നു, എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണമാണ്, എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാണ്, നിങ്ങളത് വാങ്ങി ഭക്ഷിക്കണം.
യോഹന്നാന്റെ ലേഖനം സുവിശേഷത്തില് 6-ാം അധ്യായത്തില് 50 മുതൽ 58 വരെയുള്ള 9 വാക്യങ്ങളിൽ 9 പ്രാവശ്യം നിങ്ങളിത് ഭക്ഷിക്കണം ഭക്ഷിക്കണം ഭക്ഷിക്കണമെന്ന് ഈശോ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഈശോയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? നമ്മൾ നേരത്തെ ഇതേപ്പറ്റി ശ്രദ്ധിച്ചപ്പോൾ കണ്ടതല്ലേ, എന്താ ഇത്ര ഈശോയ്ക്ക് നിർബന്ധം നമ്മൾ ഭക്ഷിക്കണമെന്ന്? ആ നിർബന്ധത്തിന്റെ ഒരു പ്രായോഗിക അനുഭവം തലം ഇപ്പം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓരോ ദിവസവും ഈശോയുടെ തിരുശരീരം തിരുത്ത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ ആ തിരുശരീരം വചനം മാംസമായതാണ്, സജീവമായ ദൈവ സാന്നിധ്യമാണ്. അത് ദൈവം തന്നെയാണ്. ദൈവത്തിന്റെ സജീവ സാന്നിധ്യം അപ്പമായിട്ട് ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലേക്ക് പുതുക്കി 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 വെച്ച് നമ്മളെ തന്നെ നിറയ്ക്കുകയാണ്. ഇടയ്ക്ക് പറയുകയുണ്ടായി, മദ്യപിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യനെ വഴിവിറ്റ് പോലീസുകാര് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് നൂതാൻ പറയുമ്പോൾ ആ ഉപകരണം ശബ്ദം കേൾപ്പിക്കുന്നു അത്രേ. ആ ഉച്ഛ്വാസ വായുവിൽ പോലും മദ്യത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ആ വ്യക്തിയുടെ രക്തത്തിലോ മൂത്രത്തിലോ പോലും പരിശോധിച്ചാൽ മദ്യത്തിന്റെ സാന്നിധ്യം, ആൽക്കഹോളിന്റെ സാന്നിധ്യം അറിയാൻ പറ്റും. അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും ദിവ്യകാരുണ്യം തിരുശരക്തങ്ങളെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഈ ശരീരം മുഴുവൻ ഓരോ കോശത്തിലും തമ്പുരാന്റെ സാന്നിധ്യം എന്തുമാത്രം നിറഞ്ഞു നിൽക്കുന്നു. ഈ ഒരു വലിയ ക്രമീകരണം തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്തതാ. നമ്മൾ കണ്ടില്ല, യോഹന്നാൻ 6 നേരത്തെ കണ്ടതാ. ആ അധ്യായം ആരംഭിക്കുമ്പോൾ അനേക ആയിരങ്ങൾ ഈശ്വര പക്കലേക്ക് വന്നു. 5 വർദ്ധിപ്പിച്ച് 5000 പേര് തെറ്റിപ്പോറ്റി. അങ്ങനെ ആയിരക്കണക്കായ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ആ അത്ഭുതം അത് കഴിച്ച് ജീവന്റെ അപ്പത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ആരംഭിച്ചു. ആ അധ്യായം അവസാനിക്കുമ്പോഴേക്കും എല്ലാവരും ഇട്ടിട്ട് പോയി. അപ്പസ്തലന്മാര് പോലും പോകുന്ന അവസ്ഥ വന്നു. ചോദിക്കേണ്ടി വന്നു, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു? അതുപോലെ ആർക്കും തിരിയാൻ പറ്റാതെ പിറുപിറുത്തുകൊണ്ട് ആൾക്കാർ പറ്റുകയില്ല എന്ന് പറഞ്ഞ് തിരസ്കരിച്ച ഒരു പ്രബോധനമാണ് ഈ ദീപികാരണത്തിന്റെ പ്രബോധനം. സ്വർഗജീവന്റെ അപ്പം, സ്വർഗത്തിൽ നിന്നുള്ള ജീവന്റെ അപ്പം, തന്റെ ശരീര രക്തം ഈശോ നമുക്ക് ഭക്ഷണമായിട്ട് തരുന്നു എന്നുള്ളത്. എന്നിട്ട് ഈശോ പറഞ്ഞു, ഞാൻ ഇതങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു, ഇതങ്ങനെ സംഭവിക്കും, നിങ്ങൾ മനസ്സിലാക്കാനും ഇല്ലെങ്കിലും. അത്ര എതിർപ്പിനെ അഭിമുഖീകരിച്ച ഈശോ പഠിപ്പിച്ചതിന്റെ കാരണം ഇത്ര ഗൗരവവും പ്രാധാന്യം ഈ ദീപികാരനും വഴി നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഉണ്ട്. ഒരുപാട് തരത്തിൽ അർത്ഥം നമ്മുടെ കൂടെ വസിക്കാൻ, നമ്മളെ ശക്തിപ്പെടുത്താൻ. ഇപ്പൊ നമ്മൾ കണ്ടുവന്ന പശ്ചാത്തലത്തില് ഈ പൈശാചികമായ സകലവിധ കെട്ടുപാടുകളിൽ നിന്നും നമ്മുടെ സ്വന്തം ശരീരത്തെയും ഓരോരുത്തരുടെ ശരീരത്തെയും ജീവിതങ്ങളെയും നമ്മുടെ വീടുകളെയും പറമ്പുകളെയും എല്ലാം വിടുവിച്ചെടുക്കാൻ, ഊരിയെടുക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന വാഗ്ദാന പേടകമായി നമ്മൾ ഓരോരുത്തരും ജീവിതങ്ങൾ മാറാൻ ഈശോ കണ്ടുപിടിച്ച മാർഗമാണ്. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഈ കൂടോത്ര വസ്തുക്കളും മന്ത്രവാദ വസ്തുക്കളും ഈ തകിടും ഒക്കെ എടുത്ത് അതിൽ എന്തെങ്കിലും വരച്ചും കുറിച്ചും ഒക്കെ വെച്ചിട്ട് അതിലേക്ക് മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞും ഓതിയും നമ്മുടെ ഇംപ്രിന്റ് ചെയ്യുന്ന അനുഭവം പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. കോളിൻ വിൽസന്റെ മിസ്റ്റർസ് എന്ന പുസ്തകത്തില് ആശീർവദിക്കും ആശീർവാദം പതിയുന്ന വസ്തുക്കളില്, ശാപിക്കുമ്പോൾ ശാപം പതിയുന്നു, മന്ത്രം പതിയുന്നു, പൈശാചിക കാര്യങ്ങൾ പറയുമ്പോൾ പൈശാചിക ശക്തി അത് പതിയുന്നു. അങ്ങനെയുള്ള തകിട് കൊണ്ടയിടുമ്പോൾ ആ തകിടിൽ നിന്ന് ഇങ്ങനെ ആ തിന്മ പ്രസരിക്കുന്നു. ഭക്ഷണ വസ്തുക്കളിലേക്ക് തിന്മയുടെ ശക്തി ഇങ്ങനെ പതിപ്പിച്ചിട്ട് അത് ഭക്ഷിക്കാൻ കൊടുത്തു കഴിയുമ്പോൾ കൈവിഷമായിട്ട് അതിൻ്റെ ഉപദ്രവം ചെയ്യാൻ സാധിക്കും. നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിൻ്റെ മറുവശത്ത് നോക്കിക്കേ, ഓരോ ദിവസവും ഈ അപ്പം എടുത്ത് അതിലിങ്ങനെ വിശുദ്ധമായ മന്ത്രങ്ങൾ, എന്താണ് വിശുദ്ധ മന്ത്രം, റാസ, രഹസ്യം, മിസ്റ്ററി, സാക്രമെന്റ്, കുദാശ, ഇതിൻ്റെ എല്ലാം ഒരു ആഴമായ അർത്ഥം രഹസ്യ കാര്യങ്ങൾ എന്നാണ്. മന്ത്രം എന്ന് പറയുമ്പം രഹസ്യ സ്വരങ്ങൾ എന്നൊക്കെ അർത്ഥമില്ലേ? സ്വർഗീയ മന്ത്രം, സ്വർഗീയ രഹസ്യങ്ങൾ പറയുകയാണ്. അതിൽ എഴുതിയിരിക്കുകയാണ് IHS, ജീസസ് ഹൊമിനോരും സൽവാത്തോർ, യേശു മനുഷ്യവർഗത്തിന്റെ രക്ഷകൻ. അങ്ങനെയുള്ള മന്ത്രം എഴുതി അടയാളം കുത്തി വരച്ചു വെച്ച് പതിച്ചു വെച്ച് പുരുഷന്റെ അടയാളം പതിച്ച് അങ്ങനെയുള്ള വിശുദ്ധ അടയാളങ്ങൾ അപ്പുറത്ത് ഓർക്കണം. കൂടോത്ര വസ്തുക്കളില് പൈശാചിക അടയാളം തലയോട്ടി അതും ഇതുമെല്ലാം വരച്ചു വെച്ചിട്ട് അവരെന്തെങ്കിലും പറയുന്നത് അതൊരു പിശാചിന്റെ അതപ്പതിച്ച മാലാഖയുടെ എന്ന അടയാളം മാത്രമേ ഉള്ളൂ. ഇത് സാക്ഷാൽ ദൈവത്തിന്റെ രക്ഷാക സംഭവത്തിന്റെ അടയാളമാണ് ഇവിടെ പതിക്കുന്നത്, പുരുഷന്റെ അടയാളം. എന്നിട്ട് ഈശോ ഒരുവിട്ട വാക്കാണ് വൈദികർ ഉരുവിടുന്നത്. അപ്പോൾ ഈ അപ്പം ആ രീതി കരുത്ത് നിറഞ്ഞ് ഈശോ ശരീരത്തിൽ മാറുന്നു, വീഞ്ഞു. അപ്പുറത്ത് ഈ സാധാരണ സേവക്കാര് ഈ തകിട് സാധനങ്ങൾ എടുത്തില്ല ഭക്ഷണത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ വരച്ചും കൊച്ചും വരുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് എത്രയോ അധികമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയില്ലാത്ത പോലെ, കൊടാനുകൂടി ഇരട്ടിയെന്ന് പോലും പറയാൻ പറ്റുകയില്ല. അതുപോലെ അനന്തമായ കരുത്തോടു കൂടെ ഈ തിരുവോസ്തി ആയി വെക്കുന്ന അപ്പത്തിലേക്ക്, ആ വീഞ്ഞിലേക്ക് ദൈവത്തിന്റെ ശക്തി നിറയുന്നു. ഇത് നമുക്ക് എല്ലാം സൗജന്യമായിട്ട് തരുന്നു. ഇത് നമ്മളെ സൗജന്യമായിട്ട് തരുന്നത് അറിഞ്ഞുകൊണ്ട് സ്വീകരിച്ച് ആ കരുത്തുമെടുത്ത് നമ്മൾ ഇറങ്ങിയാൽ ആ വരവിന് മുമ്പിൽ ഏത് ജെറീക്കോ കോട്ടയെ തകരുകയല്ലാത്തത്, ഏത് തിന്മയെ വിട്ടു പോകാനാത്തത്,
ഈ കരുത്ത് കണ്ട ഈശോ പറയുന്നത് ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ അധികാരം തന്നിരിക്കുന്ന ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇങ്ങനെ ആകണ സ്നേഹമുള്ളവരെ. പക്ഷെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, അപ്പോൾ വെച്ചാൽ ഞങ്ങൾ എത്ര നാളുടെ കുർബാന സ്വീകരിക്കുന്നവരാ, എന്നിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എന്തുമാത്രം തിന്മ കിടക്കുന്നു എപ്പോഴും എന്ന് ചിന്തിക്കുമ്പം ചോദ്യം ഉയരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം നമ്മൾ നേരത്തെ വന്ന് കണ്ട കാര്യമാണ്. ഈശോ ഓസ്റ്റേന വഴിയൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ട് ഓർമ്മിക്കണം. വിശ്വാസമില്ലാതെ ചത്ത സ്നേഹവുമായിട്ട് പാപം നിറഞ്ഞ അവസ്ഥയിൽ തിരുവോസ് സ്വീകരിക്കുമ്പോൾ ആ വ്യക്തികളിലേക്ക് എനിക്ക് ചെല്ലാനേ പറ്റുന്നില്ല. ചെന്നാൽ തന്നെ എനിക്ക് അവിടെ ഒന്നും പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം വിശ്വാസമുള്ള വ്യക്തികളിലേക്ക് വിശ്വാസമില്ലാത്ത സ്നേഹമില്ലാത്ത വ്യക്തികളിലേക്ക് അതാണ് ജീവനില്ലാത്ത നിർജീവമായ ഒരു ഹോസ്തി പോലെ മാത്രമേ എനിക്ക് ചെല്ലാനായിട്ട് പറ്റുന്നുള്ളൂ. ഞാൻ ഇതിനടുത്ത് വായിച്ചു കേൾപ്പിക്കുന്നില്ല, നമ്മൾ നേരത്തെ അത് വിശദമായിട്ട് പ്രതിപാദിച്ച കാര്യമാണ്. നമ്മളുടെ ജീവനുള്ള വിശ്വാസം നിറഞ്ഞ സ്നേഹം, അതിലാണ് ഈശോയുടെ ഈ തിരുവോസ്തിയിലുള്ള സാന്നിധ്യം ഓണാകുന്നത്. ഈ കാന്തത്തില് പവറുണ്ട്. അത് ഇരുമ്പിനെയൊക്കെ ആകർഷിക്കും, മെറ്റലിനെ ആകർഷിക്കും, വലിച്ചെടുക്കും. പക്ഷേ ആ കാന്തത്തിൻ്റെ പവർ കാന്തത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈർക്കിലിൻ്റെ അടുത്ത് കൊണ്ട് പിടിച്ചാൽ ഈർക്കിൽ അനങ്ങുകയില്ല. കാന്തത്തിലുള്ള കരുത്ത് ഈർക്കിലേക്ക് വരിക എന്ന് പറഞ്ഞ് നമ്മളത് കാര്യം കണ്ടതാണ്. വേറെ ഉദാഹരണങ്ങളൊക്കെ ആയിട്ട് പ്രവാചകനായിട്ട് സ്വീകരിക്കണം. തച്ചൻ്റെ മകനായിട്ട് കണ്ടപ്പോൾ ഈശോ വന്നിട്ട് അവർക്കൊരു ഉപകാരം ഉണ്ടാകുന്നില്ല. വൈദ്യുതി കറണ്ട് പ്ലഗിൽ നമ്മൾ ഈർക്കിലിട്ട് കുത്തിയാലും പവർ ഒഴുകി വരികയില്ല. കണ്ട കാര്യം ഓർമ്മിക്കുന്നുണ്ടല്ലോ. രക്തസ്രാവക്കാരിച്ച് തൊട്ടപ്പോൾ ശക്തി ഒഴുകി, മറ്റനേകർ ഉന്തിത്തള്ളി തൊട്ടിട്ട് ഒന്നും ഒഴുകിയില്ല. അപ്പം നമ്മുടെ ദീപികാരൻ്റെ സ്വീകരണം പലപ്പോഴും വിശ്വാസമില്ല, ബോധ്യമില്ല, സ്നേഹമില്ല, ആഗ്രഹമില്ല, യാന്ത്രികമായിട്ട് പാപമായിട്ട് സ്വീകരിക്കുമ്പം ഈശോ നിലവിളിക്കുന്ന ഒരു രംഗം ഭവിഷ്യനായിട്ട് ഡയറികൾ വായിച്ചതാണ്. ഒരുക്കമില്ലാതെ ഒരു സഹോദരി ഈശോ സ്വീകരിക്കാനായിട്ട് കിടക്കുമ്പം രോഗിണി, അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ല ഈശോയ്ക്ക്. രണ്ടാം പീഡാസഹനമാണ് സ്നേഹവും ഒരുക്കമില്ലാതെ എന്നെ സ്വീകരിക്കുന്നത് എനിക്ക് തരുന്നെന്ന് ഈശോ പറയുന്നു. വ്യപ്രാസയെ ഇവിടെ ഇരിക്കുന്നത് ഞാൻ വായിച്ച് കേൾപ്പിച്ച് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ചില വൈദികർ ഒരുക്കമില്ലാതെ കുർബാന അർപ്പിക്കുമ്പോൾ അവരുടെ അരയ്ക്കപ്പെട്ട കൈകളിലേക്ക് എഴുന്നള്ളാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കുരിശിൽ കിടന്ന് ചോര ഒഴുകി പിടയുന്ന അവസ്ഥ ഈശോ വ്യപ്രാസമിക്ക് കാണിച്ചു കൊടുക്കുന്ന പരിഹാരം ഞാൻ ആവശ്യപ്പെടുന്നു. അവർക്കൂടി പ്രാർത്ഥിക്കാൻ. അപ്പം ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ച് കാണണം. അപ്പോൾ ഈ ദീപികാരന് ഇതുപോലെ പവർഫുള്ളാണ്. സകല കൂടോത്ര മന്ത്രവാദ കൈവിഷ പരിപാടികൾക്കും വസ്തുക്കൾക്കെതിരെയുള്ള എത്രയോ അമൂല്യമായ, എത്ര ഇരട്ടി പവറുള്ള സ്വർഗത്തിൻ്റെ ഇടപെടലാണ്. ഇതിനെല്ലാം മറികടന്നു പോകാനുള്ള സഹായം ഈശോ കണ്ടുവച്ചതായി കുർബാന. നമ്മളിത് കാണുന്നുണ്ടോ? ഇത് അറിയുന്നുണ്ടോ? അതുകൊണ്ട് ജെറിക്കോ പ്രാർത്ഥനയ്ക്കുള്ള ഒന്നാമത്തെ ആ ഒരുക്കത്തിൻ്റെ ഘടകം വാഗ്ദാന പേടകം എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വാഗ്ദാന പേടകമാവും. കുർബാന സ്വീകരിക്കുക എന്ന് തന്നെ അർത്ഥം. ഒന്നാമത്തെ വ്യവസ്ഥ. ഇവിടെ ജെറിക്കോ പ്രാർത്ഥന നടത്തുന്ന ദിവസങ്ങളെല്ലാം വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നീങ്ങണം. നമുക്കതേപ്പറ്റി അല്പം കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അടുത്ത സെഷനിൽ അതിനുവേണ്ടി ഒരുമിച്ച് കൂടാം. ഇപ്പം നമുക്ക് ദീപികാരൻ്റെ ഈശ്വര സന്നിധിയിൽ നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നപ്പനേ, കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്ത രൂപനായി ഞങ്ങളുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. ഞങ്ങളുടെ എളിയ ഭവനങ്ങളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവായ ഈശോ, ഞങ്ങളുടെ തൃപ്പാദങ്ങളിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങ് പങ്കുവെച്ച കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ശിഷ്യഭാവത്തിൽ തുറവയോടെ സ്വീകരിക്കുന്നു. അവ ഉൾക്കൊള്ളാനായിട്ട് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഹൃദയത്തെ തുറക്കണമേ. അതനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങയുടെ ദീപികാരൻ്റെ സ്ഥാനത്തിലേക്ക് ഇപ്പോൾ ഞങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഈ സ്വർഗീയ സഹായം എത്രയോ മഹോന്നതമാണ്. തിരുശേഷിപ്പുകൾ A ഗ്രേഡും B ഗ്രേഡും C ഗ്രേഡും അതിൻ്റെ കരുത്ത് ഞങ്ങൾക്കറിയാം. ഈശോയെ, അതിലെത്രയോ ഉപരിയായി അങ്ങയുടെ ഒരു തിരുവോസ്തി, തിരുശരീര സാന്നിധ്യം ഓരോ ദിവസവും സൗജന്യമായി ഞങ്ങൾക്ക് നാടായ നാട് മുഴുവനും ദേവാലയങ്ങളും ബലിയർപ്പണങ്ങളുമായിട്ടും ക്രമീകരിച്ച അത്ഭുതകരമായ ദൈവിക പദ്ധതി. പക്ഷെ എത്രയോ അലംഭാവത്തോടെയും ബോധ്യമില്ലാതെയും ഒരുക്കമില്ലാതെയും കർത്താവെ അടുത്താരെങ്കിലും ഞങ്ങൾ അണഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്താണ്, അങ്ങേക്ക് ഞങ്ങൾ തന്ന ഇച്ഛാഭംഗം എന്തുമാത്രമാണ് എന്ന്. അങ്ങ് നേരത്തെ ഞങ്ങൾക്ക് വ്യക്തമാക്കിയ രണ്ടാം പീഡാസഹനമാണ് അങ്ങേക്ക്. ഒരുക്കമില്ലാതെ ഒരു വ്യക്തി കുർബാന സ്വീകരിക്കാൻ അണയുമ്പോൾ ഈശോയെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഒരുക്കമില്ലാതെ, സ്നേഹമില്ലാതെ, ശ്രദ്ധയില്ലാതെ, നിസ്സംഗതയോടെ ഞങ്ങൾ അഭിഷിക്തരും സമർപ്പിതരും ശുശ്രൂഷകരും അങ്ങനെ പ്രിയപ്പെട്ട വിശ്വാസ മക്കളുമായിരിക്കും ഞങ്ങൾ എത്രയോ അവസരങ്ങൾ അങ്ങയുടെ പദ്ധതിയെ താറുമാറാക്കിക്കൊണ്ട് അടുത്താരെങ്കിലാണ് ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെയുള്ള തിന്മകളെക്കുറിച്ച് ഞങ്ങൾ ഭയപ്പെടുന്നു, പരാതിപ്പെടുന്നു, നിസ്സഹായത അനുഭവിക്കുന്നു. കർത്താവ് പിശാചിന്റെ ഏറ്റവും മൂത്ത സാന്നിധ്യം പോലും, കെട്ട സാന്നിധ്യം പോലും അങ്ങയുടെ ഈ സഹായത്തിന് മുമ്പിൽ എത്രയോ നിഷ്പ്രഭമാണ്, എത്രയോ അർത്ഥമില്ലാത്തതാണ്, കരുത്തില്ലാത്തതാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ആ തിരിച്ചറിവ് ഈശോയെ തരുന്നതിന് നന്ദി. കർത്താവെ, അങ്ങേ അപ്പത്തിലൂടെ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ കരുത്ത് മുഴുവനും സ്വന്തമാക്കിക്കൊണ്ട് മുന്നോട്ടുള്ള ഓരോ ദിവസവും കർത്താവിയാണെന്ന ഓരോ അവസരവും വിനിയോഗിച്ച് അങ്ങയുടെ നാമത്തിന്, അങ്ങയുടെ തിരുഹിതത്തിന് ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിനും ജീവിതത്തിലും പറമ്പ് ഭൗതിക സാഹചര്യങ്ങളെല്ലാം മഹത്വം ഉണ്ടാക്കത്തക്ക രീതി മുന്നേറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ദീർഘ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിഗ്രഹത്തിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങളുടെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. കർത്താവായ ദൈവമേ, വിശുദ്ധ കത്തോലിക്ക സഭയിലെ എളിയ ദാസന് അങ്ങ് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാരൂപതയുടെ വാഗോൺ മാടരൂപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ വിശുദ്ധ പരമ ദീപികാരന്റെ സാന്നിധ്യം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദം നൽകുന്നു. കൃപ സമർത്ഥമായിട്ട് ഒഴുകി മക്കളിൽ നിറയട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമർത്ഥമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങൾ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലകളോടും ഭവനങ്ങളോടും വസ്തുവകകളോടും കൂടെ വളരെ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥ നടത്തിയും ത്യാഗങ്ങൾ സമർപ്പിച്ചും ശുശ്രൂഷ സഹകരിക്കുന്ന ഓരോ മകനോടും മകളോടും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.